നമ്മുടെ പരിശുദ്ധ സഭ ശ്രേഷ്ഠവും ആഴമേറിയതുമായ അനേകം സത്തകളെ സംവേദിപ്പിക്കുന്ന ഒരു വലിയ ആത്മീയ പട്ടകമാണ്. ആധുനിക കാലത്ത് അനേകം ന്യൂ ജനറേഷൻ ചേർച്ചസ്, സഭയെന്ന പേരും എന്നാൽ സഭയുടെ ലക്ഷണവുമില്ലാത്ത സംഘടനകൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ പൗരാണികവും ആത്മീകവുമായ സത്തകളെ പങ്കുവെച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഇന്നുമായിരിക്കുന്നത് ശ്രേഷ്ഠമായ ഒരനുഭവമാണ്. സഭയെയും സഭാവിശ്വാസത്തെയും കുറിച്ച് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഭാഗ്യമാണ്. നമ്മുടെ ആൾക്കാർക്ക് പലപ്പോഴും അത്തരത്തിലുള്ള ഒരു കാര്യം പഠിക്കുവാനുള്ള താല്പര്യം കുറവാണ്. ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള താല്പര്യം കുറവാണ്. എന്നാൽ അറിയത്തില്ലെങ്കിലും ചില കാര്യങ്ങൾ വായിൽ നിന്ന് വെറുതെ പറയുന്നത് താല്പര്യവുമാണ്. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിശുദ്ധന്മാരുണ്ടായിട്ടുണ്ട്. മൽപ്പാന്മാരും രക്തസാക്ഷികളും ഉണ്ടായിട്ടുണ്ട്. രക്തസാക്ഷികളെ പോലെ തന്നെ പ്രസക്തരാണ് സഭയിലെ മൽപ്പാന്മാരും ഉപദേഷ്ടാക്കന്മാരും. ആദ്യ കാലഘട്ടത്തിൽ സഭ നിലനിന്നു വന്നത് രണ്ട് ഭീഷണികളുടെ നടുവിലായിരുന്നു. ഒന്നാമത്തെ ഭീഷണി വിജാതീയരിൽ നിന്നും ഭരണാധികാരികളിൽ നിന്നും ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പീഡനങ്ങൾ. രണ്ടാമത്തെ ഭീഷണി സത്യവിശ്വാസം മനസ്സിലാക്കുവാൻ സാധിക്കാത്ത അറിയാത്തവരായ അംഗങ്ങൾ. അപ്പം രണ്ട് തരത്തിലുള്ള പോരാട്ടമാണ് പിതാക്കന്മാർക്ക് സഭയിൽ നടത്തേണ്ടി വന്നത്. പീഡനങ്ങളെ അതിജീവിക്കുവാൻ, പീഡനങ്ങളോട് പടവെട്ടുവാൻ രക്തസാക്ഷികളായവർ അവരുടെ ജീവനെ പോലും വിടി. അവർ റെഡ് മാർട്ടീഴ്സായി, രക്തസാക്ഷികളായി ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു. എന്നാൽ അവിശ്വാസികളിൽ നിന്നുള്ള എതിർപ്പുകളെ നേരിടുവാൻ തക്കവണ്ണം പോരാടിയ പിതാക്കന്മാരുണ്ട്. ആ പിതാക്കന്മാരുടെ ആത്മീക പ്രത്യേകത, അവരൊരു പക്ഷേ രക്തം ചീന്തി മരിച്ചവരല്ല, വിശുദ്ധ ജീവിതമുള്ളവരാണ്. അതോടൊപ്പം തന്നെ ആ ആത്മീക പിതാക്കന്മാർ അവരുടെ മനസ്സമാധാനം കളഞ്ഞവർ. ക്രിസ്തീയ സഭ ആദ്യം ഉടലെടുത്ത് വന്നപ്പോൾ ഗ്രീക്ക് റോമൻ പശ്ചാത്തലം സഭയ്ക്കുണ്ടായിരുന്നു. ഈ ഗ്രീക്ക് റോമൻ പശ്ചാത്തലം എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ തത്വചിന്തയിൽ അധിഷ്ഠിതമായ ചില വിശ്വാസ പ്രമാണങ്ങൾ പുലർത്തിയിരുന്ന ഒരു സമൂഹമായി. അപ്പം ഗ്രീക്കോ റോമനോ സമൂഹത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവർ പണ്ഡിതന്മാരാണെന്നുള്ള വിലയിരുത്തലുണ്ടായി. നമ്മുടെ പിതാക്കന്മാർ ചെയ്തത് എന്താണെന്നറിയാം. അതിലെ ചില ടെർമിനോളജീസ്, ചില വാക്കുകൾ എടുത്തുകൊണ്ട് അതിശ്രേഷ്ഠമായി നമ്മുടെ വിശ്വാസത്തെ പഠിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാക്കന്മാർ പാഠങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴേ ലോകം ഒരു കാര്യം മനസ്സിലാക്കി. ഇവർ പൊതുസമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ, പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി എഴുതിയിരുന്നുവെങ്കിൽ അവരുടെ പേരുകൾ പൊതുവായ രീതിയിൽ ഒത്തിരി പ്രശസ്തമാകുന്നു. എന്നാൽ പിതാക്കന്മാർ ചെയ്തത് എന്താണെന്നറിയാം. അവർ കാണിച്ചത് ഏറ്റവും വലിയ ത്യാഗമായിരുന്നു. വലിയ പാണ്ഡിത്യം, വലിയ അറിവുള്ളവരെ ഒരു വിഭാഗം മാത്രം ഉൾക്കൊള്ളുന്ന ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചു. നമുക്കിന്നത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ചിലർ വിവാഹ ജീവിതം വേണ്ടാന്ന് വെച്ചു. ചിലർ സത്യവിശ്വാസം എഴുതിയതുകൊണ്ട്, പഠിപ്പിച്ചതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു. അവരുടെ പരിജ്ഞാനപരമായ കാര്യങ്ങൾ മറ്റുള്ളവരെ അംഗീകരിക്കാതിരുന്നു. ആ ഒറ്റപ്പെടലിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഈ സഭാവിശ്വാസം വളർന്നു വന്നത്. ഇന്ന് സഭയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം പ്രാർത്ഥിക്കുന്നവർ,
പക്ഷേ അതോടൊപ്പം തന്നെ പിതാക്കന്മാർ നമ്മളെ ഒരു കാര്യം കൂടി പഠിപ്പിക്കുന്നുണ്ട്. ആദ്യകാലത്തെ പിതാക്കന്മാർ വെറുതെ മുട്ടിന്മേൽ മാത്രം ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഈ സത്യവിശ്വാസം ആർക്കും മനസ്സിലാകത്തില്ല. പക്ഷേ അവർ പഠിച്ചതോടൊപ്പം അവർ പ്രവർത്തിച്ചു, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, സമൂഹത്തിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചു. ഈ ഒരു അനുഭവമാണ് ഇന്നും വേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ഭംഗിയായ രീതിയിൽ നമ്മളൊന്ന് പ്രാർത്ഥിച്ചു നോക്കുമ്പോഴേ ചിലപ്പം പനി മാറണം, കണ്ണുനീര് മാറണം, ദുഃഖം മാറണം, കടബാധ്യത മാറണം എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷേ എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ അതുവരെ ചിന്തിക്കാത്ത ചില രഹസ്യങ്ങളുടെ മറുപടി. ഈ അടുത്തിടയ്ക്ക് ഒരു സഹോദരൻ പങ്കുവെച്ച ഒരു ആത്മീക അനുഭവം. അദ്ദേഹം പറയുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ 50 മൂടോളം ചേമ്പ് പന്നി ഇറങ്ങി നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ദുഃഖമൊക്കെ പങ്കുവെച്ചു. 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആ സഹോദരൻ വീണ്ടും മറ്റൊരു അറിവൂടെ പങ്കുവെച്ചു. അച്ഛാ, എനിക്ക് കുറേ നാൾ കൊണ്ട് ലഭിക്കാതിരുന്ന ഒരു 15,000-ലധികം രൂപ ഞാൻ പ്രതീക്ഷിക്കാതിരിക്കുമായിരുന്നു. അതെന്നിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയവൻ ഞാൻ ചോദിക്കാതെ നിർബന്ധിക്കാതെ എൻ്റെ കൈവശം കൊണ്ടെത്തും. യഥാർത്ഥത്തിൽ അതൊരു വലിയൊരു അറിവാണ്. ആ മനുഷ്യൻ തന്നെ പറഞ്ഞതാണ്, എൻ്റെ അത്രയും കൂടി ചേമ്പ് പോയാലും അല്ലെങ്കിൽ അനുഭവങ്ങൾ നഷ്ടപ്പെട്ടാലും ദൈവം ചേമ്പിൽ കൂടെ തരുന്നതിനേക്കാളും കൂടുതൽ അനുഭവം എനിക്കിതിലൂടെ നൽകി. നമ്മളുടെ ഈ ആത്മീകമായ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് അതാ. സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇതാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ഞാനും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോഴേ, വേദപുസ്തകങ്ങൾ വായിക്കുമ്പോഴേ, പെന്തിക്കോസുകാർ പറയുന്നത് പോലെ ഇന്ന ഒരു വാക്യം വായിച്ചപ്പോൾ എനിക്ക് ആ ഒരു വെളിച്ചമുണ്ടായെന്നുള്ള രീതിയല്ല, അല്ലെങ്കിൽ ഞാൻ തുറന്നപ്പോൾ എനിക്കത് കിട്ടി, അതുപോലെ ചെയ്യുക എന്നുള്ളതല്ല. നമ്മളിതങ്ങോട്ട് ധ്യാനിക്കുമ്പം പഠിക്കുമ്പോഴേ സഭയുടെ വിശ്വാസത്തിൽ ഉറക്കാൻ സാധിക്കണം. നിങ്ങളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തമ്പുരാൻ നിങ്ങൾക്കത് തന്നു, ചിലപ്പോൾ തന്നു കഴിയുമ്പോഴേ സഭയെക്കുറിച്ചുള്ള സ്നേഹവും സഭയുടെ വിശ്വാസവും നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഒന്നും കിട്ടാത്തതിനേക്കാളും ഭേദം സഭയുടെ സത്യവിശ്വാസം മനസ്സിലാക്കുന്നതാണ്. നിങ്ങൾക്കത് തരുമ്പോൾ, ദൈവം തമ്പുരാൻ പകർന്നു തരുമ്പോൾ അതോടൊപ്പം സഭയുടെ വിശ്വാസം കൂടെ പഠിക്കണം, സഭയെ മനസ്സിലാക്കണം. കർത്താവിൻ്റെ ശരീരമാണ്. ഈ പിതാക്കന്മാരൊന്നും അറിവില്ലാത്തവരല്ല, ഈ ലോകത്തിലൊന്നും പഠിക്കാത്തവരല്ല, സമ്പത്തില്ലാത്തവരല്ല. അവരൊക്കെ ഈ വിശ്വാസത്തിന് വേണ്ടി പടപൊരുതിയത്, അവർ പിടിച്ചു നിന്നത് കാരണം ക്രിസ്തുവിൻ്റെ ശരീരമാണിത്. ഈ വിശ്വാസം സത്യമാണ്, അത് തിരിച്ചറിഞ്ഞതുകൊണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ ഇന്നുണ്ടാകേണ്ട ഒരു ആത്മീക ഉണർവത. എല്ലാവരും പറയും ആത്മീക ഉണർവുണ്ടാകണം, ആത്മീക ഉണർവുണ്ടാകണം. നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും, എല്ലാ പ്രാർത്ഥനകളിലും, എല്ലാ ഭദ്രാസനങ്ങളിലും സഭ ആകമാനം അതിശക്തമായ ഇത്തരത്തിലുള്ള ഒരു പഠനത്തിനുള്ള ഒരു അനുഭവം ഉണ്ടാകണം. യഥാർത്ഥത്തിൽ ഓർത്തോണം, സഭയുടെ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ കുറേ നേരം വായിക്കുമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ചരിത്രം കാണും, അല്ലെങ്കിൽ കൂദാശകൾ കാണും, ഓർത്തഡോക്സ് വിശ്വാസങ്ങൾ കാണും, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന ചില വിഷയങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ പഠിപ്പിക്കൽ കാണും. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എഴുതുകയും പഠിക്കുകയും ചെയ്യുമ്പോഴേ അത് പ്രാർത്ഥനയും. അങ്ങനെ വിശ്വസിക്കണം, നമ്മൾ അത് മനസ്സിലാക്കണം. നമുക്ക് തെറ്റിദ്ധാരണയുള്ള സംശയമുള്ള ഒരു വിശ്വാസം നമ്മളത് മനസ്സിൽ ആഴത്തിലേക്ക് പഠിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അറിയാത്ത രീതിയിൽ ഒരു വലിയ ഒരു വിഷയത്തിനുള്ള മറുപടി ദൈവം തന്നു കഴിയും. ആ ഒരു തലത്തിലേക്ക് പോകണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ ഒരു സഭയാണ് നമ്മുടേത്. നമ്മളൊക്കെ ഇങ്ങനെ പൊതുവേ നോക്കും, സഭ ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ അതിന് ഭൗതികരായ ചില തലവന്മാരുണ്ട്, ചില ആഡംബരങ്ങളുണ്ട്, ചില പെരുന്നാളുകളുണ്ട്. അതൊക്കെ ആദ്യഘട്ടം മാത്രമേ ഉള്ളൂ. സഭയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അറിയുന്നത് എത്രയോ നിധികളുണ്ട്, എത്രയോ എഴുത്തുകളുണ്ട്, ലേഖനങ്ങളുണ്ട്, നമ്മൾ കണ്ണുനീരോടുകൂടി പിന്തുടരേണ്ട അനുഭവങ്ങളുണ്ട്. നമ്മുടെ പരിശുദ്ധ പരിമല തിരുമേനി എങ്ങും മറ്റെങ്ങും പോയില്ല. അസുഖം വന്നപ്പോഴും ദുഃഖം വന്നപ്പോഴും കണ്ണുനീര് വന്നപ്പോഴും ഒക്കെ ഈ സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. ഈ സഭയിലെ പിതാക്കന്മാർ പഠിപ്പിച്ച പ്രാർത്ഥനയെ അദ്ദേഹം പ്രാർത്ഥിച്ചുള്ളൂ.
ആ ഒരു അനുഭവത്തിലേക്ക് ഇന്ന് നമ്മൾ കടന്നു വരണം. ഇന്നേ ദിവസം പ്രത്യേകിച്ച് ഒരു 4 പ്രധാനപ്പെട്ട നമ്മുടെ വിശ്വാസങ്ങളെക്കുറിച്ച് ലഘുവായ രീതിയിലുള്ളൊരു പഠനമാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കെപ്പോഴും സംശയങ്ങളും ഒക്കെ വരുന്ന ചില വിഷയങ്ങൾ ഓർത്തഡോക്സിയോട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോഴേ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു വിഷയം എന്തുകൊണ്ടറിയാമോ? ചിലരുടെയൊക്കെ ഒരു ചിന്തയാണ്, ഞങ്ങൾ ഓർത്തഡോക്സുകാരായിരിക്കുന്നത് എന്തോ ത്യാഗം ചെയ്യുകയാണ്. വേദപുസ്തകത്തിലൊരു കാര്യം പറയുന്നുണ്ട്, എന്നാൽ ഞങ്ങളുടെ പിതാക്കന്മാരെ പഠിപ്പിക്കുന്നത് ആ വേദപുസ്തക അധിഷ്ഠിതമായിട്ട് തന്നെയാണ്. പലപ്പോഴും വലിയൊരു സംശയമാണ്, ഒരു വലിയ തെറ്റിദ്ധാരണയാണ് നമുക്ക്. പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റുകാർ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാണ്. ഇന്ന് നമ്മളായിരിക്കുന്ന ഒരു തലം എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? പരിശുദ്ധ സഭ പിതാക്കന്മാരിലൂടെ ഒരു ശ്രേഷ്ഠമായ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷേ സഭ പഠിപ്പിക്കുമ്പോഴും പിതാക്കന്മാർ പഠിപ്പിക്കുമ്പോഴും നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സഭ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പം സഭയുടെ സത്തയൊന്ന് പഠിപ്പിക്കലുകളും ലേഖനങ്ങളും എഴുത്തുകളും ഒക്കെ വരുമ്പം നമ്മൾ തിരിച്ചറിയുന്നത് മറ്റൊന്ന്, നമ്മൾ പങ്കുവെക്കുമ്പോൾ നമ്മുടെ സമൂഹം തിരിച്ചറിയുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊന്ന്. ഈ ഒരു 3 തലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സഭയുടെ സത്തയും മനസ്സിലാക്കണം, സഭയുടെ സത്ത ഒന്ന് തന്നെ ആകണം, നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നാകണം, നമ്മൾ പങ്കുവെക്കുമ്പോഴും ഒന്നാകണം. ആയതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകിച്ച് ഇതൊരു തുടർച്ചയായിട്ട് 2 ക്ലാസ്സുകൾ ഉള്ളതാണ്, അടുത്ത ആഴ്ചയും ക്ലാസ് ഉള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും സുപരിചിതമായ 1-2 വിഷയങ്ങളാണ്, 4 വിഷയങ്ങളാണ് പങ്കുവയ്ക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം, എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. വിശുദ്ധ മത്തായി 1-ാം അധ്യായം 25-ാമത്തെ വാക്യം. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല, മകന് അവൻ യേശുവെന്ന് പേര് വിളിച്ചു. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല, മകനവൻ യേശുവെന്ന് പേര് വിളിച്ചു. നമ്മളൊക്കെ പലതവണ വായിച്ചു കേട്ട വിഷയമാണ്. പരിശുദ്ധ കന്യകമർദ്ദമറിയാം അമ്മ നിത്യകന്യകയും ഭാഗ്യവതിയുമാണെന്ന് നമ്മൾ എപ്പോഴും ഏറ്റുചൊല്ലുന്നുണ്ട്. ഓർത്തഡോക്സ് വിശ്വാസിയുടെ മനസ്സിൽ അങ്ങനെ ഉള്ളത്. പക്ഷേ പ്രൊട്ടസ്റ്റന്റുകാരും മറ്റുള്ളവരുമൊക്കെ ഈ നിത്യകന്യകാത്വത്തെ അംഗീകരിക്കുന്നുമില്ല. നമ്മളതിൽ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യും. നമ്മുടെ ആൾക്കാർ തന്നെ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. വേദപുസ്തകത്തെ നല്ല അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല, മകൻ യേശു എന്ന് പേര് വിളിച്ചു. പിന്നെ എങ്ങനെ കന്യക നിത്യകന്യകയാണ്? നമ്മൾ കേട്ടിട്ടുള്ള ചില വിഷയങ്ങളോട് കൂടെ തന്നെ ബന്ധപ്പെട്ട് ഇതിനൊരു 3-4 ചെറിയ ഭാഗമായിട്ട് നിങ്ങൾ ആരോട് പങ്കുവെച്ചാലും പറയത്തക്ക രീതിയിൽ ലഘുവായിട്ടതിനെ വ്യാഖ്യാനിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പഠിക്കുമ്പോഴേ ഇതിൻ്റെ പശ്ചാത്തലം കൂടെ നമ്മൾ മനസ്സിലാക്കും. അതിൻ്റെ മുൻഭാഗത്തുണ്ട് കന്യക ഗർഭിണിയായെന്ന് കണ്ടു. ഗർഭിണിയായ കന്യകയെ സംശയത്തോടുകൂടി തെറ്റിദ്ധാരണയോടുകൂടി ഉപേക്ഷിക്കുവാൻ ജോസഫ് തയ്യാറെടുക്കുന്നു. ആ തെറ്റിദ്ധാരണയോടുകൂടി ഇരുന്ന അവസരത്തിലാണ് ദൈവദൂതൻ്റെ മറുപടി ഉണ്ടാകുന്നത്. അങ്ങനെ ചേർത്തുകൊണ്ട് ജോസഫ് മറിയെ ചേർത്തുകൊണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ജോസഫിൻ്റെ മനസ്സിൽ അന്നേരവുമുള്ള ചിന്തയുണ്ട്, എന്നാലും ഇതെങ്ങനെ സംഭവിക്കും? ഒരു ഫിസിക്കൽ ഇന്റർകോഴ്സ് ഉണ്ടാകാതെ എങ്ങനെ കുഞ്ഞിനെ ലഭിക്കും? ദൈവദൂതൻ പറഞ്ഞു, അതൊക്കെ സത്യമാണ്. അപ്പം ചേർത്തുകൊണ്ടെങ്കിലും സംശയത്തോടും തെറ്റിദ്ധാരണയോടും ആ ഒരു അസ്വസ്ഥതയോടും കൂടിയാ ജോസഫ് പാർത്തു വന്നത്. നിങ്ങൾ ആ പശ്ചാത്തലം ചിന്തിച്ചോണം. പക്ഷെ മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല എന്ന് പറയുമ്പോഴേ അവൻ യേശു എന്ന് പേർ വിളിച്ചു. ഈ പരിഗ്രഹിക്കുക എന്നുള്ള വാക്കല്ല കറക്റ്റായിട്ട് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇംഗ്ലീഷിൽ ടു നോ എന്നുള്ള വാക്കാണ്. ടു നോ എന്ന് വെച്ചാൽ അർത്ഥം അറിയുക ആണ്. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന് വെച്ചാൽ പശ്ചാത്തലം ഓർത്തോണം. ആ വാക്കിനെ ഒറ്റ രീതി വിശദീകരിച്ചാൽ ഇങ്ങനെയുള്ളൂ: തൻ്റെ മനസ്സിൽ സംശയമുണ്ട്, തെറ്റിദ്ധാരണയുണ്ട്, പക്ഷേ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു.
കുഞ്ഞിൻ്റെ കോമള മുഖം കണ്ടു, ചൈതന്യമുള്ള മുഖം കണ്ടു, പുഞ്ചിരിക്കുന്ന മുഖം കണ്ടു. ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ ജോസഫ് മനസ്സിലായി, അയ്യോ ഞാൻ തെറ്റിദ്ധരിച്ചു, ഇവൾ ആരാണ്, എത്ര ശ്രേഷ്ഠയാണ്, എത്ര വിശുദ്ധിയാണ്. നമ്മൾ തന്നെ ചിലപ്പോഴൊക്കെ പറയത്തില്ലേ, ചിലരെക്കുറിച്ച് നമുക്ക് ഭയങ്കര തെറ്റിദ്ധാരണയാണ്. പക്ഷേ അവരുടെ ചില നല്ല ഗുണങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്തോ പറയും, എടാ എനിക്ക് നിന്നെ ഇപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നിഷ്കളങ്കമായിട്ട് പറയും. ചിലപ്പോൾ വഞ്ചനയും ചതിവും ഒക്കെ ചെയ്യുന്നവരെക്കുറിച്ച് പറയും. നമ്മൾ മറ്റാരോടെങ്കിലും പങ്കുവെക്കും, എനിക്ക് അവളെ ഇപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഇവിടെ മകനെ പ്രസവിക്കും വരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന് വെച്ചാൽ, പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ കോമള മുഖം കണ്ടപ്പോൾ, ചൈതന്യമുള്ള മുഖം കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ നിന്ന് തെറ്റിദ്ധാരണകളൊക്കെ പോയി. അവൻ അറിയേണ്ട രീതിയിൽ ആരെ അറിഞ്ഞു? മറിയെ അറിഞ്ഞു. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം നിങ്ങൾ വിശ്വസിക്കണ്ട, വ്യാഖ്യാനം നിർത്തണ്ട. രണ്ടാമത്, ഈ വര എന്നുള്ള പ്രയോഗം പിതാക്കന്മാർ ഒത്തിരി വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത്. മലയാള ഭാഷയിലെ വരയെന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഹീബ്രു ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ഇതിന് വിശാലമായ അർത്ഥങ്ങളുണ്ട്. 2 ശമൂവേൽ 6-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യവും ഈ വാക്യവും കൂടി ഒരുമിച്ച് ചിന്തിക്കേണ്ടതാണ്. ഇവിടെ പറയുന്നുണ്ട്, അതായത് പ്രൊട്ടസ്റ്റന്റുകാർ അന്ന് പരിഭാഷ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. എന്നാൽ 2 ശമൂവേൽ 6-ന്റെ അവസാനം പറയുന്നത്, ശൗലിൻ്റെ മകളായ മീഖളോ മരണം വരെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചില്ല. ആ രീതിയിലാണ് വ്യാഖ്യാനം വരേണ്ടത്. ശൗലിൻ്റെ മകളായ മീഖളോ മരണം വരെ ദാവീദിന് മക്കളെ പ്രസവിച്ചില്ല. പക്ഷെ അവിടെ വന്നപ്പോഴത്തേക്ക് വാക്ക് മാറ്റി, വരയുന്നില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. ശൗലിൻ്റെ മകളായ മീഖൾ മരണം വരെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചില്ല. പിന്നെ മരണത്തിന് ശേഷം പ്രസവിച്ചെന്ന് അർത്ഥമുണ്ടോ? എൻ്റെ മകൻ ഉറങ്ങുന്നത് വരെ കുഞ്ഞിനെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഉറക്കത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചെന്ന് അർത്ഥമുണ്ടോ? അല്ല. മരിക്കുന്നത് വരെ ചാക്കോച്ചൻ മത്തായിച്ചൻ്റെ വീട്ടിൽ കയറിയിട്ടില്ല. മരിച്ചിട്ട് മത്തായിച്ചൻ ഇനി പ്രേതമായിട്ട് ചാക്കോച്ചൻ്റെ വീട്ടിൽ പോയെന്ന് അർത്ഥമുണ്ടോ? അങ്ങനെയൊന്നും അർത്ഥമില്ല. മരണം വരെ പ്രസവിച്ചില്ല എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും അർത്ഥമില്ല. അതുവരെ പരിഗ്രഹിച്ചില്ല എന്ന് വെച്ചാൽ അതിനുശേഷം പരിഗ്രഹിച്ചു എന്ന് അർത്ഥമില്ല. അത് ഭാഷാപരമായൊരു വാക്കാണ്. മൂന്നാമതായിട്ട് പിന്നെയും ഒരർത്ഥമുണ്ട്. യേശു തമ്പുരാൻ സാക്ഷാൽ മനുഷ്യനായി, അവൻ ദൈവപുത്രനാണ്. ആ മനുഷ്യനും ദൈവപുത്രനുമായ തമ്പുരാന്റെ കാര്യത്തിൽ, മനുഷ്യാവതാരത്തിൽ മനുഷ്യനുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടു. പക്ഷെ ചിലത് നമ്മൾ ചിന്തിക്കണം. യേശു തമ്പുരാൻ കയറിയ കഴുതയുടെ മേലാരും കയറിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ആ കഴുതയെക്കുറിച്ച് പിന്നീടൊന്നും പറയുന്നില്ല. പക്ഷേ പശ്ചാത്തലത്തിൽ യഹൂദന്മാരുടെ പഠിപ്പിക്കലുകളിൽ, പാരമ്പര്യത്തിലൊക്കെ വളരെ രസകരമായിട്ട് പറയുന്നുണ്ട്, യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിട്ടില്ല, അതിനെ ശ്രേഷ്ഠമായി കരുതി മാറ്റി നിർത്തി പ്രത്യേകമായിട്ട് പരിപാലിച്ചു എന്നാണ് പറയുന്നത്. യേശു തമ്പുരാനെ വെച്ച കല്ലറയിൽ ആരെയും വെച്ചിട്ടില്ലായിരുന്നു. അതിനുശേഷമുള്ളത് ആരെയും വെക്കാൻ ഇടയായിട്ടുമില്ല. അവിടെ ഹോളി ലാൻഡിൽ പോയവർക്കറിയാം, കർത്താവിനെ അടക്കിയ സ്ഥലമൊക്കെ പരിശുദ്ധ ദേവാലയം, പരിശുദ്ധ ആൾത്താരെയുള്ള ദേവാലയം. അപ്പം കർത്താവിനെ അടക്കിയിടത്ത് മുൻപാരെ അടക്കിയിട്ടില്ല, പിൻപാരെ അടക്കിയിട്ടില്ല. യേശു കയറിയ കഴുത അതിന് മുൻപാരും കയറിയതല്ല, അതിന് പിൻപും കയറിയിട്ടില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. യേശു തമ്പുരാൻ തൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തിലും ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തതകൾ പാലിച്ചിരുന്നു. അപ്പോൾ യേശു തമ്പുരാൻ കിടന്ന സ്ഥാനത്ത്, ആ ഉദരത്തിൽ, ആ വിശുദ്ധ സ്ഥലത്ത് ഇനിയും വേറൊരാൾ കയറി കിടന്നെന്നോ അവിടെ ഒരു സംഭവം നടന്നെന്നോ വിശ്വസിക്കുക എന്ന് വെച്ചാൽ അവരാണ് വലിയ വേദവിപരീതികൾ. ആ സ്ഥാനത്തായിരിക്കുവാനുള്ള അർഹത മറ്റാർക്കുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നാലാമതൊരു വ്യാഖ്യാനം കൂടെ തന്നെ. യേശു തമ്പുരാൻ ക്രൂസിൽ കിടന്നു. തൻ്റെ അമ്മയുടെ സംരക്ഷണം ആരെയാണ് ഏൽപ്പിച്ചത്? യോഹന്നാനെ ഏൽപ്പിക്കുകയായിരുന്നു. യോഹന്നാനെ, ഇതാ നിൻ്റെ അമ്മ, അമ്മയോട് ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് ആ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചു. നമുക്കറിയാവുന്നതുപോലെ
അതിവേദനപ്പെട്ട് കിടക്കുമ്പോൾ അമ്മയെക്കുറിച്ച് ഓർത്ത് സംരക്ഷണം ഏൽപ്പിക്കുന്നു. മറ്റു മക്കളുണ്ടെങ്കിൽ എന്തിന് സംരക്ഷണം ശിഷ്യനെ ഏൽപ്പിക്കുന്നു? ഇനി ചിലരുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. യേശു തമ്പുരാൻ തന്നെ പറയുന്നില്ലയോ? യേശു തമ്പുരാനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരങ്ങൾ യാക്കോബേ, യോസേ, യൂദേ, ശീമോൻ ഇവരൊക്കെ ഇവിടെ ഇല്ലയോ? അവർ കർത്താവിൻ്റെ സഹോദരങ്ങളല്ലേ? അപ്പോൾ അത് അടുത്ത മക്കളുണ്ടായെന്നുള്ളതിന് തെളിവല്ലേ എന്നൊക്കെ ചോദിക്കും. അതിനോട് ഒരു കൊച്ചു വ്യാഖ്യാനം തരും. യഹൂദന്മാരുടെ കൺസെപ്റ്റിൽ സഹോദര ബന്ധത്തിന് പല തലങ്ങളുണ്ട്. ഒരപ്പനിലും അമ്മയിലും പിറന്ന സഹോദരങ്ങളെക്കുറിച്ച് മാത്രമല്ല സഹോദരങ്ങളെന്ന് പറഞ്ഞത്. അവർക്കൊരു ട്രൈബൽ ബ്രദർഹുഡ് ഉണ്ടായിരുന്നു. അതായത് 12 ഗോത്രങ്ങളിൽ പിറന്ന യഹൂദന്മാരും പരസ്പര സഹോദരങ്ങളായിരുന്നു. ഇനി അതിലൊരു ഗോത്രത്തിൽ മാത്രം പിറന്നവർ, രൂപൻ ഗോത്രമോ ശിമിയോൻ ഗോത്രമോ, അവർ സഹോദരങ്ങളായിരുന്നു. മൂന്നാമത് ഒരു കുലത്തിൽ പിറന്നവർ സഹോദരങ്ങളായിരുന്നു. പിന്നെയും കുടുംബത്തിൽ പിതാവിനും മാതാവിനും നേരിട്ടുണ്ടാകുന്നവർ, സഹോദര മക്കൾ, അവരൊക്കെ സഹോദരങ്ങളാണ്. യേശു തമ്പുരാൻ അതിനോട് ചേർന്നാ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് പറയുന്നുണ്ട്, കന്യകമറിയാമിൻ്റെ കാര്യം വരുമ്പോഴേ, ഇതാ നിന്റെ അമ്മയും നിന്റെ സഹോദരങ്ങളും ഒക്കെ വെളിയിൽ കാത്തിരിക്കുന്നു. യേശു തമ്പുരാൻ ഉടനെ ചോദിച്ച വാചകം എന്തുവായിരുന്നു? പറഞ്ഞ വാചകം എന്തുവാ? എൻ്റെ അമ്മയാര്? എൻ്റെ സഹോദരങ്ങളാര്? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരല്ലയോ എൻ്റെ അപ്പനും അമ്മയും സഹോദരനും സഹോദരിയും? ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പുതിയ സഹോദര ബന്ധം യേശു തമ്പുരാൻ പറയുകയാണ്. ബ്രദർഹുഡ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിലുള്ള സഹോദര ബന്ധം. നമുക്ക് തോന്നും, എടാ സ്വന്തം അമ്മയെക്കുറിച്ച് യേശു പറഞ്ഞു, എൻ്റെ അമ്മയാര്, സഹോദരൻ ആര്? യഥാർത്ഥത്തിൽ അവിടെ പഠിപ്പിച്ചത് ഭക്തിയുടെ ഒരു പുതിയ തലമാണ്. നമ്മുടെയൊക്കെ വിശ്വാസം എന്ന് വെച്ചാൽ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നു, കണ്ണുനീരൊഴുക്കുന്നു, ദൈവം തമ്പുരാൻ സ്വർഗത്തിലിരിക്കുന്നു, നമ്മളെയൊക്കെ പാപികളാണെന്ന് കണ്ട്, നമുക്ക് പ്രയാസമുണ്ടെന്ന് കണ്ട് ചില അനുഗ്രഹങ്ങളൊക്കെ നൽകുന്നു. നമ്മുടെ ഒരു ചിന്തയാണ്. പക്ഷേ തമ്പുരാൻ അതല്ല പഠിപ്പിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും സമർപ്പണ വിശ്വാസം കാണുമ്പോൾ, പ്രാർത്ഥന കാണുമ്പോൾ, നിഷ്കളങ്ക വിശ്വാസം കാണുമ്പോൾ വെറും ഒരു ദാസനോ മകനെന്നോ ഉള്ള ഒരു ബന്ധമല്ല തമ്പുരാന് തോന്നുന്നത്. ചിലപ്പോൾ നമ്മുടെയൊക്കെ കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥന കാണുമ്പോൾ, നമ്മളുടെ നിഷ്കളങ്കത കാണുമ്പോൾ ചിലപ്പോൾ തമ്പുരാന് ഒരു പിതൃസ്നേഹം നമ്മിൽ തോന്നും. നമ്മെ ഒരു പിതാവായിട്ട് കണ്ടെന്ന് വരും, ഒരു മാതാവായിട്ട് കണ്ടെന്ന് വരും, സഹോദരനും സഹോദരിയുമായിട്ട് കണ്ടെന്ന് വരും. കാരണം നമുക്കറിയാം, നമ്മൾ പിതാവിനെ സ്നേഹിക്കുന്ന സ്നേഹം, മക്കളെ സ്നേഹിക്കുന്ന സ്നേഹം, നമ്മൾ ദൈവത്തെ എല്ലാം മറന്ന് സ്നേഹിക്കുമ്പോൾ ഉണ്ടല്ലോ, പല രീതിയിലുള്ള സ്നേഹം വരണം. ഒരു പെറ്റമ്മ കുഞ്ഞിനെ വളർത്തുന്നവൾ, അവൾ ദൈവത്തെ ആരാധിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ കന്യകമറിയാം തൻ്റെ കൈകളിൽ കുഞ്ഞിനെ എടുത്തതുപോലെ തമ്പുരാനെ മാറോട് ചേർത്ത് പ്രാർത്ഥിക്കാൻ പഠിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്നതിലും വലിയ ഒരു കരുതലും ലാളനയും ആ കുഞ്ഞിന് കൊടുക്കാൻ സാധിക്കണം. ഒരു പിതാവ് തൻ്റെ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നത് പോലെ, ഒരു സഹോദരൻ സഹോദരിയെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള ബന്ധമൊക്കെ വേണം തമ്പുരാനോട്. തമ്പുരാൻ അതാ അവിടെ പറഞ്ഞത്, ദൈവത്തിൻ്റെ ഇഷ്ടം കേട്ട് ചെയ്യുന്നവനാ സഹോദരനും സഹോദരിയും അപ്പനും അമ്മയും. കാരണം തമ്പുരാൻ ഇത്തരത്തിലുള്ള എല്ലാ ബന്ധങ്ങളും നമ്മളിൽ കാണുന്നുണ്ട്. ദാസനല്ല, നമ്മൾ വെറും ഭിക്ഷദേഹികളല്ല, അടിമകളല്ല. തമ്പുരാൻ നമ്മുടെ വിശ്വാസം കാണുമ്പോൾ ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള എല്ലാ ബന്ധവും എന്നിലും നിങ്ങളിലും കാണുവാനിടയാകണം. അതാ നിഷ്കളങ്കത. അല്ലാതെ കന്യകയോട് അവിടെ പറഞ്ഞെന്ന് വിചാരിച്ച് കന്യകയോട് സ്നേഹമില്ലാഞ്ഞിട്ട് പറഞ്ഞതല്ല. ഇനി സഹോദര ബന്ധം വീണ്ടും നോക്കിക്കോ. നമ്മൾ പറയും എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണ് എന്ന് വെച്ചാൽ ഒരപ്പനിലോ കുലത്തിലോ പിറന്നൊന്നും വല്ല അർത്ഥമുണ്ടോ? ഇങ്ങനെ 7-8 തലത്തിൽ സഹോദര ബന്ധങ്ങളുണ്ട്. ഈ യേശു തമ്പുരാന്റെ സഹോദരങ്ങളെന്ന് പറയുന്നതും അത്തരത്തിലുള്ളതാ, കസിൻസാകാം. പഴയകാല രേഖകളിൽ പറയുന്നത് പോലെ വൃദ്ധനായ ജോസഫിന് ആദ്യമുണ്ടായിരുന്ന ബന്ധത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളാകാം. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗങ്ങളാണ്. അപ്പം സമയ ചുരുക്കം കൊണ്ട് ഞാൻ ആ ഭാഗം അടിവരയിടുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ മനസ്സിൽ കണ്ണുനീരോടുകൂടി ഓർക്കണം. എൻ്റെ പരിശുദ്ധാത്മ അവൾ നിർമ്മലയാണ്, അവൾ നിഷ്കളങ്കയാണ്.
അവൾ സമർപ്പിതയാണ്. അവൾക്ക് മറ്റ് മക്കളുണ്ടെന്ന് പറയുമ്പോഴേ നമുക്ക് അത്രയും ഒരു തീവ്രമായ അടുപ്പം തോന്നത്തില്ല. തന്നെ അവളെക്കുറിച്ച് പറയുമ്പോഴേ തന്നെ ജീവിക്കുവാൻ വേണ്ടി വിട്ടുകൊടുക്കാത്ത സ്ത്രീയാണ്, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീയാണ്. അത്രമൊരു പവിത്രതയാണ് ഉണ്ടായിരുന്നത്. ആ കന്യകയെ അനുസ്മരിക്കേണ്ടത് നമ്മളാണ്. അവൾക്ക് ലൗകികമായിട്ട് ഒറ്റ പുത്രനെ ഉണ്ടായിരുന്നുള്ളൂ. ആ പുത്രൻ്റെ സംരക്ഷണം ഭൗതികമായിട്ട് അവൾക്ക് ശരിയായിട്ട് ലഭിച്ചില്ല. അവളെ ഓർക്കേണ്ടവർ നമ്മളാണ്. തലമുറ കൊച്ചുമക്കൾ ആ രീതിയിൽ ഓർക്കാനൊന്നുമില്ല. ആ കന്യക പറഞ്ഞ വാചകമുണ്ട്, കണ്ടാലും തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ചിലരൊക്കെ പറയും ഈ കന്യക മൊട്ടത്തോട കരിമ്പിൻ ചണ്ടിയ. എല്ലാവരും ഒന്നും കന്യകയെ ഭാഗ്യവതി എന്ന് പറയാൻ പറ്റത്തില്ലെന്ന്. കന്യകയെ ഭാഗ്യവതി എന്ന് പറയുന്ന കൂട്ടത്തിലുള്ളവരാ നമ്മൾ തന്നെ ഓർത്തോണം. മറിയാമേ നീ ഭാഗ്യവതി, ഭാമിനിമാരിൽ നിന്ന് നമ്മൾ പാടുന്നു. കന്യക മറിയാം ദർശിച്ചു, പരിശുദ്ധാത്മാവിൽ ദർശിച്ചതാ, തലമുറകൾ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അവൾ ചുമ്മാത് പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പറഞ്ഞതാ. സഹോദരങ്ങളെ, നമ്മൾ ഭാഗ്യവാന്മാരാ. പരിശുദ്ധാത്മാവ് ദർശിച്ച ആ രക്തബന്ധമുള്ള നല്ല തലമുറയിൽ ജനിച്ചവരാ നമ്മൾ. അതുകൊണ്ടാണ് കന്യകയെ ഭാഗ്യവതി എന്ന് പറയുന്നത്. ഈ പറയുന്ന പ്രൊട്ടസ്റ്റന്റുകാരും കന്യക മറിയാമിൽ സംശയമുള്ളവരും ഒന്നും ജനിച്ചിട്ടുള്ളത് ഈ പരിശുദ്ധാത്മാവ് ദർശിച്ച രക്തബന്ധമുള്ള തലമുറയിലല്ല. ഇവനൊന്നും ആ ഒരു ആത്മീകമായ തലത്തിലോട്ട് വന്നിട്ടില്ല. നല്ല കുടുംബത്തിൽ ജനിക്കണമെന്ന് നമ്മൾ പറയാറില്ലയോ? അതുപോലെ നമ്മളൊക്കെ നല്ല ആത്മീയ കുടുംബത്തിൽ ജനിച്ചവരാ. പരിശുദ്ധാത്മാവ് സാക്ഷിച്ച കന്യക മറിയാമിലൂടെ പറഞ്ഞ ആ തലമുറയിൽ ജനിച്ചവരാ. നമുക്ക് സാമ്പത്തികമായിട്ടേ ബുദ്ധിമുട്ട് കാണത്തുള്ളൂ. ചിലപ്പോൾ അറിവിൻ്റെ കാര്യത്തിലും കുറവുകൾ കാണും, ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ കാണും. പക്ഷെ ആ നല്ല കുടുംബത്തിൽ ജനിച്ചവരാ. രാജതലമുറയിൽ ജനിച്ചതിനേക്കാളും ആഠ്യതയുള്ള രക്തബന്ധമാണ് പരിശുദ്ധാത്മാവ് ദർശിച്ച തലമുറ. അതുകൊണ്ട് നമുക്ക് അതിലാഴമായിട്ട് ദൈവത്തെ സ്തുതിക്കാം. രണ്ടാമത്തെ ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത, അതിൻ്റെ ആഴമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. മകനെ പ്രസവിക്കും വരെ അവനവളെ പരിഗ്രഹിച്ചില്ല, പരിഗ്രഹിക്കുക എന്ന് വായിക്കേണ്ട, അവനവളെ അറിഞ്ഞില്ല. നമുക്കും ആ ഒരു അറിവ് യഥാർത്ഥത്തിലുണ്ടാകണം. ജോസഫ് സംശയത്തോടെ പ്രാർത്ഥിച്ചപ്പോഴേ അവൻ്റെ സംശയങ്ങളൊക്കെ മാറത്തക്ക രീതിയിലാണ് ദൈവത്തിൻ്റെ ദർശനമുണ്ടായത്. ഇന്ന് പലരും പഠിപ്പിക്കുമ്പം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു, ഇവിടെ എന്തോ ദോഷമുണ്ടെന്ന് ആരാണ്ടൊക്കെ എനിക്ക് മനസ്സിലായി, ഇന്ന വ്യക്തി നിങ്ങൾക്ക് കൂടോത്രം ചെയ്തിട്ടുണ്ട്, ദോഷം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കെന്തോ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മാറി താമസിക്കണം, അവരെ സൂക്ഷിക്കണം. ഇങ്ങനെ ചില ഐറ്റങ്ങളൊക്കെ സഹോദരങ്ങളെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. വിശ്വാസികളെ ഓർക്കണം, നിങ്ങൾ ഭംഗിയായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിലുണ്ടല്ലോ, ഒരിക്കലും ദൈവം അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ തരത്തില്ല. നിന്റെ സഹോദരൻ നിനക്ക് ശത്രുവാണ്, നിന്റെ നാട്ടുകാരൻ നിനക്ക് വെല്ലുവിളിയാണ്, അവൻ നിനക്ക് ഗൂഢോത്രം ചെയ്യുന്നു, അവൻ നിന്നെ നശിപ്പിക്കുന്നു, അവൻ അവിടെ ഇവിടെയും പോയി നിനക്ക് ദോഷം ചെയ്യുന്നു എന്നൊന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തത്തില്ല. നിങ്ങൾ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ ഇവിടെയുണ്ട്. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാർക്ക് ചിലപ്പോൾ സംശയം തോന്നും, കുഞ്ഞുങ്ങൾക്ക് സംശയം തോന്നും, സഹോദരങ്ങൾക്ക് സംശയം തോന്നും. നിങ്ങളുടെ പ്രാർത്ഥന നല്ലതാണെങ്കിൽ, വിശ്വാസമുള്ളതാണെങ്കിൽ, അത് ശ്രേഷ്ഠമാണെങ്കിൽ എന്തോ സംഭവിക്കുന്നതെന്നറിയാമോ? നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കും. ജോസഫിന് വെളിപ്പെടുത്തിയതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങളെ എല്ലാം മാറ്റും, തെറ്റിദ്ധാരണകളെല്ലാം മാറും. ജോസഫിനോട് പറഞ്ഞു, പോയി മറിയെ ചേർത്ത് കൊള്ളാൻ പറഞ്ഞു. നമ്മളോടും പറയും, പ്രത്യേകിച്ച് ഈ വിശ്വാസം പഠിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, നമ്മുടെ അടിസ്ഥാനമേറിയ വിശ്വാസം അതാ. ഇവിടെ കടന്നു വന്നിട്ടുള്ളവർക്ക് അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ വല്ലതും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തി തരും, സഹോദര, മകനെ, മകളെ, നിനക്ക് തെറ്റിദ്ധാരണയായിപ്പോയി, അത് മാറ്റിയേ പറ്റത്തുള്ളൂ. ആ വെല്ലുവിളികൾ നീ ഉപേക്ഷിക്കണം, ആ അസ്വസ്ഥതകൾ നീ ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചു നമുക്കാരോടേലും വിദ്വേഷമുണ്ടെങ്കിൽ ആ വിദ്വേഷത്തിൻ്റെ എല്ലാ കണങ്ങളെയും അകറ്റത്തക്ക രീതിയിൽ ദൈവം ഒരു വെളിപ്പെടുത്തൽ നൽകിയിട്ടുണ്ടെങ്കിൽ അതാണ് പ്രാർത്ഥന കേട്ടു എന്നുള്ളതിൻ്റെ പ്രതീകം. ആ രീതിയിൽ പ്രാർത്ഥിക്കാൻ പഠിക്കണം. ആ ഒരു ചിന്തയും നിങ്ങൾ അതിനോട് ചേർന്ന് ചിന്തിക്കണം. അടുത്ത ചിന്ത, പലപ്പോഴും നമ്മളുടെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയം. ആരാധനയിലെ പലരും പറയാറുണ്ട്, യേശു തമ്പുരാൻ ക്രൂസിൽ മരിച്ചു. ക്രൂസിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്തുവാ സംഭവിച്ചത്? അവിടെ ഒരു അടയാളം ദേവാലയത്തിലുണ്ടായത് എന്തുവായിരുന്നു? തിരശ്ശീല
മുകൾ തൊട്ട് അടിവരെയും ചീന്തിപ്പോയി. ഈ പെന്തിക്കോസ്തുകാരൊക്കെ പഠിപ്പിക്കുന്നത് എന്തുവാണെന്നറിയാമോ? ഇപ്പോഴേ അന്ന് ചീന്തിപ്പോയ തിരശ്ശീലയും പറക്കിയെടുത്തുകൊണ്ട് കെട്ടി തുന്നിക്കൊണ്ട് ഇപ്പം നമ്മൾ നടക്കുവാന്നോ പറയുന്നത്? കർത്താവിൻ്റെ കഷ്ടാനുഭവത്തോടുകൂടി അതിൻ്റെ അനുഭവങ്ങളും ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വിശ്വാസികൾ ഇതൊക്കെ കേട്ടിട്ട് ഭംഗിയായിട്ട് തല കുലുക്കിക്കൊണ്ടിരിക്കും. എന്തോ ചെയ്യാനാ, ഞങ്ങളുടെ അച്ഛന്മാരും തിരുമേനിമാരും ഒക്കെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, വേർപാടില്ലെന്ന് ഇടിച്ചു കളഞ്ഞു. ഇനി അതിൻ്റെ ആവശ്യമേ ഇല്ലാത്തത്. പക്ഷേ ഇവിടെ ഇതെല്ലാം ഉണ്ടല്ലോ. ഞങ്ങൾ വിധിക്കപ്പെട്ടു പോയി, ഇങ്ങനെ ഓർത്തഡോക്സുകാരായിപ്പോയി, അതുകൊണ്ട് വിശ്വസിക്കുന്നു. ഇറക്കാനും പറ്റത്തില്ല, തുപ്പാനും പറ്റത്തില്ല. നമ്മളിങ്ങനെ ചില അറിവില്ലാത്ത ഓർത്തഡോക്സുകാരിങ്ങനെ മനസ്സിലിങ്ങനെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ ഒരു വിശ്വാസം എന്താണെന്ന്, നമ്മുടെ ആത്മീക വിശ്വാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശു തമ്പുരാൻ ക്രൂസിൽ മരിച്ചു, തൻ്റെ ജീവനെ വെടിഞ്ഞു. പല അത്ഭുതങ്ങൾ സംഭവിച്ചു. എന്തൊക്കെയാണ് സംഭവിച്ചത്? പാറകൾ പിളർന്നു, കല്ലറകൾ പിളർന്നു, ഭൂമി കുലുക്കമുണ്ടായി, വലിയ കാറ്റുണ്ടായി. പിന്നെ മരിച്ചവരിൽ പലരുടെയും ആത്മാക്കളെ ഉയർത്തെഴുന്നേറ്റു. പലത് സംഭവിച്ചു. അതിൽ ഒരു അടയാളമാണ് ദേവാലയത്തിൽ നടന്നതാണ്. ദേവാലയത്തിൻ്റെ തിരശ്ശീല മുകൾ തൊട്ട് അടിവരെയും ചീന്തിപ്പോയി. ഇതെന്താ സംഭവിച്ചതെന്നറിയാമോ? നമുക്കെല്ലാവർക്കും പരിചിതമായ, എല്ലാ സഭക്കാരും ചേർന്ന് പാടുന്ന ഒരു പാട്ടുണ്ട്. അത് നിങ്ങൾ പാടിക്കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം കിട്ടും. തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി തവ മോക്ഷ മാർഗം തുറന്നു. ഒന്നുകൂടെ പാടിക്കേ. തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി തവ മോക്ഷ മാർഗം തുറന്നു. അപ്പം തമ്പുരാൻ ചീന്തിയ തിരശ്ശീല എന്തുവായിരുന്നു? തൻ്റെ ദേഹമെന്ന തിരശ്ശീല. ഒരു വലിയ പ്രതീകം അവിടെ സംഭവിച്ചത്. ആ പ്രതീകം എന്താണെന്നറിയാമോ? യേശു തമ്പുരാൻ തൻ്റെ ജീവനെ വെടിഞ്ഞു. തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി എന്നുള്ളത് കർത്താവിൻ്റെ ആലയത്തിൽ പ്രകടമായിട്ട് വെളിവാക്കുക. കർത്താവ് ജീവനെ വെടിഞ്ഞ സമയത്താണ്, എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ സമയത്താണ് ആ തിരശ്ശീല മുകൾ തൊട്ടടിവരെയും ചീന്തിപ്പോയത്. കർത്തൃ ശരീരത്തിൻ്റെ പ്രതീകമായി, ജീവൻ വെടിഞ്ഞു എന്നുള്ളതിൻ്റെ പ്രതീകമായി ആ യെരൂശലേം ദേവാലയത്തിലെ തിരശ്ശീല ചീന്തിപ്പോവുകയാണ്. അതവിടെ ഒരു വലിയ പ്രതീകം നടന്ന മറ്റൊരർത്ഥം കൂടെ നോക്കിക്കോണം. യേശു തമ്പുരാനെ കുറിച്ച് പറഞ്ഞു. യേശു തമ്പുരാൻ തന്നെ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. ക്ലാസ്സാണ്, നിങ്ങൾ മറുപടി പറഞ്ഞോണം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. അപ്പം മുകൾ തൊട്ട് അടിവരെ ചീന്തിപ്പോയെന്ന് വെച്ചാൽ അർത്ഥം ഒന്നുകൂടെ നിങ്ങൾ ചിന്തിച്ചോണം, നമ്മുടെ മനസ്സുകൊണ്ട് ധ്യാനിച്ചോണം. ആ മുകളിൽ നിന്ന് അടിവരെയാണ് ചീന്തിയേക്കുന്നത്. ഇതാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഇവിടെ മുറിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു, ജീവൻ വെടിയപ്പെട്ടു. ആ തിരശ്ശീല നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ അനുഭവം അതാണ്. തൻ്റെ ജീവനുള്ള ശരീരം ചീന്തപ്പെട്ടതിൻ്റെ പ്രതീകം. ജീവനുള്ള അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ആ ജീവനുള്ള അപ്പം ഇവിടെ മുറിക്കപ്പെട്ടു, ജീവൻ വെടിയപ്പെട്ടു. അതിൻ്റെ പ്രകടമായ തെളിവ ഇത്രയും ഓർത്തേച്ചാൽ മതി. മേളിൽ തൊട്ട് താഴെ വരെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അപ്പം മുറിക്കപ്പെടുന്നതിൻ്റെ പ്രതീകമാണ്. ഇനിയും എന്തോ അവിടെ പഠിപ്പിക്കുന്നതെന്നറിയാമോ? അതുവരെ യെരൂശലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്നത് മൃഗബലിയായിരുന്നു. മൃഗബലി, കാളകളെയും ആടുകളെയും ഒക്കെ അറുത്തു, ഖനനയാഗങ്ങളും ഹോമയാഗങ്ങളും ഒക്കെ അർപ്പിച്ചു. പക്ഷേ പറയുന്നതാ പാട്ടിൽ തന്നെ നിങ്ങൾ നോക്കിക്കോ, ദേഹമെന്ന തിരശ്ശീല ചീന്തി, പിന്നെ അടുത്ത വരി എന്തുവാ? തവ മോക്ഷ മാർഗം തുറന്നു. ഇനിയൊരു പുതിയ ബലിയർപ്പണത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുകയാണ്. ഇപ്പം നമ്മളുടെ വിശുദ്ധ ബലിയിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിലൊന്നാണ് പുരോഹിതൻ പ്രാർത്ഥിക്കും. യേശു തമ്പുരാൻ തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ തൻ്റെ കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് ഇതെൻ്റെ ശരീരമെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ കാസായും എടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് ഇതെൻ്റെ രക്തമെന്ന് പറഞ്ഞു. ഇനിയും അർപ്പിക്കുവാൻ പോകുന്ന മോക്ഷമാർഗത്തിന് വേണ്ടിയുള്ള ഒരു പുതിയ ബലിയെക്കുറിച്ചുള്ള പഠിപ്പിക്കലാണ്, ഒരു മുൻവിധിയാണ് കർത്താവ് കാണിച്ചു തന്നത്. ആ തിരശ്ശീല ചീന്തി എന്ന് പറയുമ്പം
ഇതുവരെയുള്ള മൃഗബലികളൊക്കെ മാറി, കന്നുകാലികളുടെ ബലികൾ മാറി. ഇനി അതില്ല. ഇനിയും തൊട്ട് തിരശ്ശീലയിൽ നിങ്ങൾ കാണാൻ പോകുക, എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇപ്രകാരം ചെയ്യുമെന്ന് പറഞ്ഞ് സ്ലീഹന്മാരെ ഭരമേൽപ്പിച്ച കർത്താവിൻ്റെ ഒരു പുതിയ ബലി. അപ്പോൾ ഓർത്തോണം, എല്ലാ കുർബാനയിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴും ഈ അപ്പവും വീഞ്ഞും എടുത്ത് അത് ശുദ്ധീകരിക്കുമ്പോഴേ, ഈ പ്രാർത്ഥന നടത്തുമ്പോഴേ, ബലി നടക്കുമ്പോഴേ ഓർക്കണം, ഇതെൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ആ പഴയ തിരശ്ശീല ചീന്തി, ആ തൻ്റെ ജീവനുള്ള ശരീരം ചീന്തി, അതിനെയും എന്നാളും ഓർക്കപ്പെടും. എവിടൊക്കെ ബലിയർപ്പിക്കുന്നുവോ അവിടൊക്കെ അത് ഓർക്കപ്പെടും. അതിൻ്റെ പ്രതീകമാണ് ഇനി സംഭവിക്കുവാൻ പോകുന്ന ഒരു പുതിയ സംഭവത്തിൻ്റെ ഒരു മുൻകുറിയായിരുന്നു അവിടെ നടന്നത്. മനസ്സിലായോ? അപ്പോൾ സംശയം തെറ്റിദ്ധാരണയൊന്നും വരില്ല. ഈ തിരശ്ശീല എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ തന്നെ അതിൻ്റെ അടുത്ത തലം കൂടെ പറയുമ്പോൾ മനസ്സിലാക്കിയോളും. തിരശ്ശീല ചീന്തി എന്ന് വെച്ചാൽ കർത്താവ് തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തിയതിൻ്റെ പ്രതീകമാണ്. ഇനിയും അർപ്പിക്കുവാൻ പോകുന്ന പുതിയ ബലി ജീവനുള്ള സ്വർഗത്തിൽ നിന്നിറങ്ങിയ ആ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം, ആ അപ്പത്തിൻ്റെ ആഘോഷം, ആ തിരുശരീര രക്തത്തിൻ്റെ സമർപ്പണം, അതിൻ്റെയൊക്കെ ഒരു മുൻവിധിയാണ്. നമ്മുടെ പിതാക്കന്മാർ ഈ തിരശ്ശീലം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കാരണം, നമ്മൾ നമ്മളുടെ കൂദാശകളെക്കുറിച്ചും ആരാധനകളെക്കുറിച്ചും ഒക്കെ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് മിസ്റ്ററി. മിസ്റ്ററി എന്ന് വെച്ചാൽ രഹസ്യം എന്നർത്ഥം. എന്താ ഈ രഹസ്യം എന്ന് പറയുന്നതെന്നറിയാമോ? ഇതൊരു പ്രത്യേകതയാണ്. നിങ്ങൾ തോന്നും ശാലോൻ ടി വിയിലും മറ്റ് ചാനലുകളിലും ഒക്കെ കാണും കത്തോലിക്കരുടെ കുർബാന, അത് നേരെ ജനാഭിമുഖമായിട്ടാണ്. എന്നാൽ നമ്മുടെ ആരാധനയാണെങ്കിൽ അതിപ്രധാനപ്പെട്ട സംഭവങ്ങൾ ആരും കാണത്തു പോലുമില്ല. ചില ശുശ്രൂഷകൾ നടത്തുമ്പോൾ ശുശ്രൂഷക്കാർക്ക് പോലും നോക്കാൻ അവകാശമില്ല. കുർബാന അർപ്പിക്കുന്ന കാർമ്മികനും ദൈവവും മാത്രമേ അവിടെ അത് കാണുന്നുള്ളൂ. അത്ര രഹസ്യാത്മകതകൾ. ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ എന്താ നല്ല നസ്രാണികളല്ലയോ, ഇത്രമാത്രം ഒളിച്ചു വെക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അവിടെ എന്താണ് ഇത്ര മറച്ചു വെക്കാനുള്ളത്? കർത്താവ് ക്രൂശന്മേൽ പരസ്യ ബലിയല്ലേ നടത്തിയത്, പിന്നെ എന്തുകൊണ്ട് ഇത് കാണിച്ചുകൂടാ? ചിലരുടെയൊക്കെ തെറ്റിദ്ധാരണയാണ്. ഒരു നല്ല ഓർത്തഡോക്സ് വിശ്വാസി ആ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കണം, അത് പഠിക്കണം. കാരണം അതിനൊരു പശ്ചാത്തലമുണ്ട്. എന്തുകൊണ്ട് ഈ രഹസ്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു? പുറപ്പാട് പുസ്തകം 20 തൊട്ടുള്ള അധ്യായങ്ങൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കണം. കുറേ ഭാഗങ്ങൾ തുടർച്ചയായിട്ട് വരികയാണ്. അവിടെ ദേവാലയത്തിൽ ഉണ്ടാക്കേണ്ട ഉപകരണങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ദേവാലയത്തിൽ എന്തൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. പൂവുകൾ, മുട്ടുകൾ, കുമിളുകൾ ഇതൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ദൈവം മോശയോട് കൽപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രയോഗമുണ്ട്, വാക്കുണ്ട്. അഹ്റോൻ ബലി അർപ്പിക്കുമ്പോൾ വിശുദ്ധ ബലിപീഠം പൂക്കൾ കൊണ്ടും മുട്ടുകൾ കൊണ്ടും അലങ്കരിക്കണം. എന്തുകൾ കൊണ്ടൊക്കെ അലങ്കരിക്കേണ്ടത്? എന്തുകൊണ്ട് അലങ്കരിക്കണം? പൂക്കൾ കൊണ്ടും മുട്ടുകൾ കൊണ്ടും. എന്തൊക്കെ പൂക്കളാണെന്നും മുട്ടുകളാണെന്നും പറയുന്നുണ്ട്. ബദാം പൂവ് വേണം, താമരപ്പൂവ് വേണം, ബദാമിൻ്റെയും താമരയുടെയും മുട്ടുകൾ വേണം. അപ്പം ഈ പൂക്കൾ കൊണ്ടും മുട്ടുകൾ കൊണ്ടും ബലിവേദി അലങ്കരിക്കണമെന്ന് പറയുമ്പോൾ ഒരു വലിയ അർത്ഥം അതിൻ്റെ അകത്തുള്ളത്. പൂവിൻ്റെ പ്രത്യേകത എന്തുവാ? പൂവ് പരിപൂർണമായിട്ട് വിടർന്നതാണ്, റിവീൽഡ് ട്രൂത്താണ്, വെളിപ്പെട്ട സത്യം. മുട്ടെന്ന് പറയുന്നത് എന്തുവാണെന്നറിയാമോ? ഇനിയും വിരിയാറുണ്ട്, വിരിഞ്ഞിട്ടില്ല. വിരിഞ്ഞ പൂവിനെ നമ്മൾ നല്ലപോലെ കണ്ടു, ഭംഗിയൊക്കെ ആസ്വദിച്ചു. പക്ഷേ ഇനിയും നമ്മൾ കാത്തിരിക്കുന്നത് വിരിഞ്ഞ പൂവിനേക്കാളും ചിലപ്പോൾ കാത്തിരിക്കുന്ന എന്തിനു വേണ്ടിയായിരിക്കും? വിരിയാനുള്ള മുട്ടിനു വേണ്ടിയാണ്. അത് വിരിയാൻ നോക്കിയിരിക്കുക നമ്മൾ. അതായത് പൂക്കളും മുട്ടുകളും ഒരു വലിയ പ്രതീകമാണ്. വിശുദ്ധ ബലിയിൽ രഹസ്യവും പരസ്യവുമായ കർമ്മങ്ങളുണ്ട്. നമ്മുടെ ആരാധന എന്ന് വെച്ചാൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാമോ? വെളിപ്പെടുത്തപ്പെട്ട മർമ്മങ്ങളുണ്ട്, ഇനിയും വെളിപ്പെടുവാനുള്ള മർമ്മങ്ങളുണ്ട്. റിവീൽഡ് ആൻഡ് ടു ബി റിവീൽഡ്, വെളിപ്പെട്ടതും വെളിപ്പെടുവാനുള്ളതും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഓർത്തോണം. നമ്മൾ കുർബാന ചെല്ലുമ്പം പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, കർത്താവേ നിൻ്റെ ജനനം, പരസ്യ ശുശ്രൂഷ, കഷ്ടാനുഭവം, ക്രൂശ് മരണം, നിന്റെ രണ്ടാമത്തെ വരവ്, ന്യായവിധി, ഇവയ്ക്ക് വേണ്ടി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ക്രൂശ് മരണവും സ്വർഗാരോഹണവും വരെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്. രണ്ടാമത്തെ വരവ് നടന്നിട്ടുണ്ടോ? ന്യായവിധി നടന്നോ? ഇല്ല. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ കുർബാനയിൽ ഓർക്കണം, കർത്താവിൻ്റെ ഉത്ഥാനം വരെയുള്ള സംഗതികൾ മാത്രമല്ല, ഇനിയും കാലാന്തരത്തിൽ വെളിപ്പെടാനുള്ള കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുണ്ട്, കർത്താവിൻ്റെ ന്യായവിധിയുണ്ട്, വിശുദ്ധന്മാരോടൊത്തുള്ള വാസമുണ്ട്.
ഇതൊക്കെ ഇനിയും വരാനുള്ളതാ. വിശുദ്ധ കുർബാനയിൽ ഓർക്കണം, വെളിപ്പെട്ടതും വെളിപ്പെടുവാനുള്ളതുമായ രഹസ്യങ്ങളും മർമ്മങ്ങളും ഒക്കെ ഉണ്ട്. ഇതിനെയൊക്കെ അനുസ്മരിച്ചുകൊണ്ടാണ് കുർബാന അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് ഓർക്കണം, ഈ കാര്യങ്ങൾ എല്ലാം വെളിപ്പെടാനുള്ളത് അത് വെളിപ്പെടാൻ തന്നെ ഇരിക്കുകയാണ്. അതൊരു മുദ്രയിട്ടതാ. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ രഹസ്യം, മർമ്മം എന്നൊക്കെ കൂദാശകളെ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയെ കൂടുതലായിട്ട് നമ്മൾ പറയുന്നത്. നമ്മൾ ഉപയോഗിച്ചേക്കുന്ന തിരശ്ശീല ആ മർമ്മങ്ങളെ പ്രതീകാത്മകമായിട്ട് കവർ ചെയ്യുന്നതാണ്. നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഇത്രയും പറയണം, ഒത്തിരി ആഴത്തിലേക്കൊന്നും പോകണ്ട. എന്തുകൊണ്ട് തിരശ്ശീല വയ്ക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നു? ദൈവം മോശയോട് പറഞ്ഞു, മോശേ, പൂക്കൾ കൊണ്ടും മുട്ടുകൾ കൊണ്ടും ബലിവേദി അലങ്കരിക്കണം. പൂക്കളെന്ന് വെച്ചാൽ വെളിപ്പെട്ട മർമ്മങ്ങളാണ്. മുട്ടെന്ന് വെച്ചാൽ ഇനിയും വെളിപ്പെടാനുള്ളതാണ്. അതുകൊണ്ട് ആരാധനയിൽ വെളിപ്പെട്ടതും വെളിപ്പെടാനുള്ളതുമുണ്ട്. വെളിപ്പെട്ടത് അത് പ്രകടമാണ്, പക്ഷേ വെളിപ്പെടാനുള്ളത് അത് മുദ്രയിട്ടതാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അത് ദൈവം വെളിപ്പെടുത്തുമ്പോഴേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഈ രഹസ്യമെന്ന് പറയുന്നത്, ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് രഹസ്യങ്ങളുടെ ആഘോഷമാണ്, അതിൻ്റെ സംരക്ഷണമാണ്. ആ ഒരു അനുഭവവും ആ ഒരു വിശ്വാസവും വേണം. അതുകൊണ്ട് ഞങ്ങൾ രഹസ്യങ്ങളെ രഹസ്യങ്ങളായിട്ട് തന്നെ സൂക്ഷിക്കും. നമ്മളുടെ വ്യക്തിപരമായ രഹസ്യങ്ങൾ മറ്റുള്ളവർ അറിയണമെന്ന് നമുക്ക് താല്പര്യമില്ല. നല്ലതാണെങ്കിലും തീയതാണെങ്കിലും നമ്മളൊക്കെ ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില തലങ്ങളുണ്ട്. ചിലത് നമുക്ക് അറിയാം, നാട്ടുകാർക്കറിയത്തില്ല. ഇനി മറ്റു ചിലത് നമുക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട് നമ്മളെക്കുറിച്ച്, പക്ഷേ നമ്മുടെ നാട്ടുകാർക്കറിയാം. ചിലപ്പോൾ നമ്മൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നു, പുറകിലൊരു പാട് കാണും, ചള്ള തെറിച്ചത് കാണും, നമ്മൾ കാണുന്നില്ല, പക്ഷേ നാട്ടുകാരൊക്കെ കാണും. ഇനി മറ്റു ചില കാര്യങ്ങൾ, നമ്മളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്കും അറിയത്തില്ല, നാട്ടുകാർക്കും അറിയത്തില്ല. ചില അസുഖങ്ങൾ നമ്മൾ ഓടി നടക്കും, നാട്ടുകാർക്കും അറിയത്തില്ല. എന്നുവെച്ചാൽ ഇത്തരത്തിലുള്ള പല രഹസ്യങ്ങളുണ്ട്. നമ്മളുടെ രഹസ്യങ്ങളെല്ലാം നമുക്ക് തന്നെ അറിയത്തില്ല. നമുക്കുള്ള രഹസ്യങ്ങൾ നമ്മൾ മറച്ചു വയ്ക്കാൻ ശ്രമിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ ചിന്തിക്കണം, കർത്താവിൻ്റെ ദിവ്യ രഹസ്യങ്ങൾ എത്രയോ വലുതാ. ഇപ്പം കാണിച്ചു തന്നത് തന്നെ ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സീനായ് പർവ്വതത്തിൽ മൗണ്ട് ഹോറേബിൽ യഹോവയായ ദൈവം ഇറങ്ങി വന്നപ്പോഴേ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങുന്നു. അപ്പോൾ ഉടനെ തീ കത്തി, ആ പർവ്വതത്തിൽ തൊട്ടവരെല്ലാം ചത്തുപോയി, മരിച്ചുപോയി. ഉടനെ ജനങ്ങൾ മോശയോട് പറഞ്ഞത് എന്തുവാ? തമ്പുരാനെ, ദയവ് ചെയ്ത് നീ ഇങ്ങോട്ട് ഇറങ്ങി വരണ്ട, നീ അവിടെ രഹസ്യമായിട്ടങ്ങ് ഇരുന്നാൽ മതി, മറഞ്ഞിരുന്നാൽ മതി, മോശ സംസാരിച്ചോളൂ. കാരണം ഓർത്തോണം, പേടിച്ചു പോയി ജനങ്ങൾ. ഇത്രയും ഓർത്തോ, നമ്മുടെ കുർബാനയിലും കാര്യങ്ങളിലും ഒക്കെ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് തന്നെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ പേടിക്കുകയും ഭയക്കുകയും ചെയ്യേണ്ട ഒത്തിരി സംഗതികളുണ്ട്. അപ്പൊ ഇതിൻ്റെ ആത്യന്തികമായ തീജ്വാല കടന്നു വരുമ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. പഴയ നിയമത്തിൽ ജനങ്ങളുടെ വിശ്വാസമായിരുന്നു, ദൈവത്തിൻ്റെ പ്രമാണമായിരുന്നു, ദൈവത്തെ കാണുന്നവൻ മരിക്കണം, നേരിട്ട് കാണുന്നവൻ മരിക്കണം. ഇന്ന് നമ്മൾ കോർത്തുകൊള്ളണം, ആ പ്രമാണത്തിൽ നിന്ന് മാറി 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 കർത്താവിനെ കഴിക്കുവാൻ, ശരീരത്തിൽ വഹിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അത് രഹസ്യാത്മകമായിട്ട് തന്നെ ഇരിക്കട്ടെ, അതൊരു മർമ്മമായിട്ട് തന്നെ ഇരിക്കട്ടെ. അത് നമ്മുടെ സഭയുടെ ഐഡൻറ്റിറ്റി. എപ്പോഴും തുറന്നിട്ടിരിക്കുന്ന കാര്യത്തിന് പ്രത്യേകിച്ച് ഭംഗിയൊന്നും കാണാനില്ല. അതേസമയം ചില മറവുകൾ വരുമ്പോൾ നമുക്കറിയാത്തതായ ഒരു ആകർഷണം അതിൻ്റെ അകത്തുണ്ടാകും. സഭ ഈ മർമ്മങ്ങളുടെയൊക്കെ സൂക്ഷിപ്പുകാരാണ്. പെസഹായ്ക്ക് നമ്മൾ പാടുന്ന പാട്ടുണ്ട് കുർബാന കൊടുക്കുമ്പോൾ, രഹസ്യം രഹസ്യം കൽപ്പേച്ചേശൻ രഹസ്യമെനിക്കും എൻ വീട്ടുകാർക്കും. ആ കർത്താവ് ആ രഹസ്യത്തിൽ വളരെ ഇഷ്ടപ്പെടുന്നവനാണ്. ഈ രഹസ്യം സൂക്ഷിക്കുക എന്ന് വെച്ചാൽ ഓർക്കണം, എല്ലാവരെ കൊണ്ടും പറ്റത്തില്ല. നമുക്കൊരു സംശയവും തെറ്റിദ്ധാരണയും വരുന്നത് പ്രശ്നമുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാവരോടും പറയത്തില്ല. പക്ഷേ എല്ലാ വ്യക്തികൾക്കും ചില വിശ്വസ്തരുണ്ട്, രഹസ്യം സൂക്ഷിക്കുന്നവരുണ്ട്. അവരവരുടെ കാര്യങ്ങളൊക്കെ പറയും. എന്തെങ്കിലും ആ വിശ്വാസത്തിന് ഇടർച്ച വന്നാൽ അതോടെ നിർത്തി, സ്നേഹബന്ധം പോയി. നമ്മൾ വിശ്വസിച്ച് ചില കാര്യം ചിലരോട് പറയുമ്പോഴേ നമ്മളത് വളരെ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്.
പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം അതാ. നമ്മളുടെ വാക്കുകൾ നമ്മളുടെ സഹോദരങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചാൽ അവരെ വിശ്വസ്തരെന്ന് നമ്മൾ പറഞ്ഞാൽ, കർത്താവിൻ്റെ രഹസ്യങ്ങൾ അത് ഭക്തിയോടെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ പ്രകാരം ജീവിച്ചാൽ, ആ രഹസ്യത്തിന് സാക്ഷികളായാൽ നമ്മൾ ദൈവസന്നിധിയിൽ വലിയ വിശ്വസ്തരാണ്. എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് ആവശ്യപ്പെടുന്നത് അപക്വ മനസ്സ്. ചില കാര്യങ്ങൾ ചിലരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും എല്ലാ കാര്യമൊന്നും നീ അറിയണ്ട. കല്ലാശ്ശേരി ബാവ, പരിശുദ്ധ ഗീവർഗീസ് ബാവ, അദ്ദേഹത്തിൻ്റെ ഉത്തമ ശിഷ്യനായിരുന്നു മാത്യൂസ് ബാവ. ഷമ്മാസിനായിട്ട് പോകുമ്പോൾ മാത്യൂസ് ബാവ തന്നെ പങ്കുവെച്ചതാണ്. അതേ ഷമ്മാസിനായിട്ട് പോകുന്ന അവസരത്തിൽ ഒത്തിരി സംശയങ്ങളുണ്ട് കുർബാനയെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ. പലതും ചോദിക്കും, തിരുമേനി ഇതെന്തുവാ, എന്താ ഇങ്ങനെ പറയുന്നത്, ഇന്നതിൻ്റെ അർത്ഥം എന്തുവാ? ഗീവർഗീസ് ബാവ പറഞ്ഞു കൊടുക്കുമായിരുന്നു, എടോ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ പറ്റുന്നതല്ല, ദൈവം വെളിപ്പെടുത്തോടും, ദൈവം വെളിപ്പെടുത്തട്ടെ. നമുക്കും അതുണ്ടാകണം. ആരാധനയിൽ സംബന്ധിക്കുമ്പോഴേ ആ ഒരു അനുഭവം ഉണ്ടാകണം, ആ വിശുദ്ധിയുടെ അനുഭവം ഉണ്ടാകണം. അത് ദൈവം വെളിപ്പെടുത്തണം. നമ്മളത് അറിഞ്ഞില്ലെങ്കിൽ പോലും, ഒരു സംഗതി അറിയത്തില്ലേ പോലും, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയില്ലേ പോലും, എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് മറഞ്ഞിരിപ്പുണ്ട്. ആ മറഞ്ഞിരിക്കുന്നത് എന്നോടും നിങ്ങളോടും ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ, അത് ഉൾക്കൊള്ളുവാൻ സാധിക്കണം. ആ രീതിയിൽ അതിനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയും. 2 ഭാഗങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സമയ ചുരുക്കം കൊണ്ട് 3-ാമത്തെ ഭാഗത്തേക്ക് കിടക്കുകയും. നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മളുടെ മനസ്സിൽ എപ്പോഴും കേൾക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ദേവാലയത്തിൽ മണിയടിക്കും. പ്രത്യേകിച്ച് പിതാക്കന്മാർ കടന്നു വരുമ്പോൾ മണിയടിക്കും. നിങ്ങൾ പ്രത്യേകിച്ച് പെരുന്നാളിന് വരുമ്പോൾ കാണുന്നതാണ്, ദേവാലയങ്ങളിലൊക്കെ കാണുന്ന ഒരു രീതിയെ. മണിയടിക്കും സന്ധ്യാനമസ്കാരത്തിന് മുൻപായിട്ട്, എല്ലാ യാമനമസ്കാരങ്ങൾക്ക് മുൻപായിട്ട്. പിതാക്കന്മാരൊക്കെ കടന്നു വരുമ്പോൾ അവരെ ആഘോഷമായിട്ട് ദേവാലയത്തിനകത്തേക്ക് കയറ്റും. സ്ഥാനമുറ അനുസരിച്ച് വൈദിക ഗണങ്ങൾ അണിനിരക്കും. ഏറ്റവും പുറകിൽ വരുന്നത് സീനിയർ മെത്രാപ്പൊലീത്തയായിരിക്കും. ബാവാതിരുമേനിയുണ്ട്, ബാവാതിരുമേനിയ. വളരെ ആഘോഷപരമായിട്ടാണ് അവരെയൊക്കെ ദേവാലയത്തിനുള്ളിലേക്ക് കയറ്റുന്നത്. നമുക്കൊക്കെ ഒരു സംശയമാണ്, എന്തിനാണ് ഇങ്ങനെ ഇവരെയൊക്കെ സ്വീകരിച്ച് കയറ്റുന്നത്? നിരനിരയായിട്ട് നടത്തി മണിയടിച്ച് ദേവാലയത്തിൽ കയറ്റുന്നത്. നമ്മുടെ കൂദാശയുമായിട്ട്, നമ്മുടെ ആരാധനയുമായിട്ട് ബന്ധപ്പെടുത്തി അതിനൊരു വിശദീകരണം ഞാൻ തരാം. ദേവാലയത്തിൽ, എല്ലാ ദേവാലയങ്ങളിലും ലോകമൊക്കെയിലും തമ്പുരാൻ ആവസിച്ചിട്ടുണ്ട്. തമ്പുരാൻ്റെ ആവശ്യപ്പും സാന്നിധ്യവുമുണ്ട്. എങ്കിലും നമസ്കാരങ്ങൾക്ക് മുൻപ് മണി അടിക്കുമ്പോൾ ഒരു വലിയ പ്രത്യേകത അവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, മിക്കവാറും ദിവസങ്ങളിൽ, ഞായറാഴ്ചകളിൽ ആരാധന നടത്തും. മുൻപ് മണിയടിക്കും. മണിയടിച്ച് കഴിഞ്ഞ് നമസ്കാരം തുടങ്ങുമ്പോൾ അച്ഛനും ശുശ്രൂഷക്കാരും കാണും. ചിലപ്പം പള്ളികളിൽ അവിടെ ഇവിടെ 2-3 അപ്പച്ചന്മാരോ അമ്മച്ചിമാരോ കാണും. ഇതല്ലാതെ ആരുമില്ല. യഥാർത്ഥത്തിൽ സഭയെ സംബന്ധിച്ച് ഒരു വലിയൊരു ആത്മീക സത്തയാണ് അവിടെ നടക്കുന്നത്. മണിയടിച്ച് കഴിയുമ്പോൾ തമ്പുരാനെ രാജകീയമായിട്ട് ദേവാലയത്തിലേക്ക് സ്വീകരിച്ച് കയറ്റുകയാണ്. തിരുമേനിമാരൊക്കെ വരുമ്പോൾ ഓർത്തോണം, ഇത് പ്രതീകമാണ്. പിതാക്കന്മാരെ വളരെ ആഡംബരമായി സന്തോഷത്തോടെ സ്വീകരിച്ച് കയറ്റുന്നു. അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം, എല്ലാ ശുശ്രൂഷകൾക്ക് മുൻപായി, കൂദാശകൾക്ക് മുൻപായി, പെരുന്നാൾ അനുഷ്ഠാനങ്ങൾക്ക് മുൻപായി, പ്രാർത്ഥനകൾക്ക് മുൻപായി തമ്പുരാനെ ആനയിച്ച് കയറ്റുന്ന ഒരു പ്രത്യേക ചടങ്ങുണ്ട്. നമ്മളത് കാണുന്നില്ല. മണിയടിച്ച് കഴിയുമ്പോൾ പരിശുദ്ധ കന്യകമറിയാമുണ്ട്, ശുദ്ധിമാന്മാരുണ്ട്, ശുദ്ധിമതികളുണ്ട്, നമ്മളുടെ പൂർവ്വപിതാക്കന്മാരുണ്ട്. ഇവരാലെല്ലാം അലങ്കൃതനായി, പരിസേവിതനായി തമ്പുരാൻ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളുടെ മനസ്സിൽ ഓർത്തോണം, പള്ളി മണിയടിച്ചു കഴിഞ്ഞ് നമസ്കാരം തുടങ്ങുന്നതിന് മുൻപ് ഇതോ തമ്പുരാൻ കടന്നു വരുന്നു. നമ്മൾ ലൗകികമായിട്ട് കണ്ടതുപോലെ പിതാക്കന്മാരെയൊക്കെ സ്വീകരിച്ച് കയറ്റുന്നത് പോലെ, മൂപ്പുമുറ അനുസരിച്ച് കയറ്റുന്നത് പോലെ, ശുദ്ധിമാന്മാരാലും ശുദ്ധിമതികളാലും അലങ്കൃതനായി, പരിസേവിതനായി
പരിശുദ്ധ തമ്പുരാൻ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരു വലിയ പ്രതീകമാണ്. പിതാക്കന്മാരെ സ്വീകരിച്ച് കയറ്റുന്നതിലുമാണ്. പണ്ട് കേട്ടിട്ടുള്ള എന്തുവാണെന്നറിയാം, പാമ്പാടി തിരുമേനിയും പരുമല തിരുമേനിയും ഒക്കെ ഇങ്ങനെ കയറി വരുമ്പോഴേ ആൾക്കാരൊക്കെ സൈഡിൽ നിൽക്കും. രോഗികളോ ദുഃഖിതരോ ഒക്കെ ഉണ്ട്, അവരെ മുമ്പിൽ കൊണ്ട് നിർത്തിയേക്കും. കൈകൾ ഉയർത്തി സ്ലീബ കൊണ്ട് ഒരു റൂസ്മ അവരുടെ നേരെ വരയ്ക്കും. നിങ്ങൾ ഓർക്കണം പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ഇപ്രകാരം തമ്പുരാനെ രാവിലെ സ്വീകരിച്ച് കയറ്റുന്നു, നമസ്കാരങ്ങൾക്ക് മുൻപായിട്ട് കയറ്റുന്നു. എത്ര പേര് സ്വീകരിക്കാനുണ്ട്? നല്ല ശതമാനവും കുർബാന തുടങ്ങി പകുതിയൊക്കെ ആയിട്ടാണ് കയറി വരുന്നത്. തമ്പുരാനകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ഓർക്കണം, അവിടെ ഇവിടെയൊക്കെ ക്ഷീണിതരായി നിൽക്കുന്ന അപ്പച്ചനും അമ്മച്ചിയുമുണ്ട്. അവർക്ക് നടക്കാൻ വയ്യ, നേരെ നിൽക്കാൻ വയ്യ. പക്ഷേ അവർ കൃത്യമായിട്ട് പള്ളിയിൽ പോകും. എൻ്റെ നിങ്ങളുടെയൊക്കെ പൂർവ്വപിതാക്കന്മാർ കൃത്യമായിട്ട് പള്ളിയിൽ പോയി നിൽക്കുമായിരുന്നു, ആരാധനയെ സംബന്ധിക്കുമായിരുന്നു. അവർ പോലും അറിയാതെ തമ്പുരാൻ്റെ രഹസ്യമായ ആശീർവാദം അങ്ങനെ സ്വീകരിച്ച് കയറ്റിയപ്പോൾ, അവരെ കണ്ടപ്പോൾ തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിൻ്റെയൊക്കെ തുടർച്ച കൊണ്ടാണ് നമ്മുടെ തലമുറ ഇന്ന് ഐശ്വര്യപ്പെട്ടിരിക്കുന്നത്, അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇഹ്റേന്മാരാലും വിശുദ്ധന്മാരാലും ശുദ്ധിമതികളാലും അലങ്കൃതനായി പരിസേവിതനായി നമ്മുടെ തമ്പുരാൻ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക. ഓരോ മണിയടി കേൾക്കുമ്പോഴും ഓർക്കണം, എൻ്റെ തമ്പുരാൻ കയറുകയാണ്, അവനെ സ്വീകരിക്കുകയാണ്, രാജകീയമായിട്ട് പ്രവേശിപ്പിക്കുകയാണ്. പിതാക്കന്മാരെ ദേവാലയത്തിലേക്ക് സ്വീകരിച്ച് കയറ്റുമ്പോഴും ഓർക്കണം, തമ്പുരാനെ അതിൻ്റെ ഒരു പ്രകടമായ ഭാവമാണ്. ഭൗതികമായിട്ട് വിശുദ്ധന്മാരെ കാണാനില്ല, പിതാക്കന്മാരെ കാണാനില്ല. അതിൻ്റെയൊക്കെ പ്രതീകമായിട്ട് വൈദികരും ആത്മീയ പിതാക്കന്മാരുമൊക്കെ വരിവരിയായി നിന്ന് പിതാക്കന്മാരെ സ്വീകരിക്കുകയും ആ ഒരു ആന്തരിക സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ആ ആരാധനയുമായിട്ടുള്ള ഒരു അടുപ്പമാണ് അതിലേക്ക് നമ്മളെ നയിക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാന വിശ്വാസം അതാണ്. ആരംഭം തൊട്ട് അവസാനം വരെ ദേവാലയത്തിൽ സംബന്ധിക്കുന്നവൻ അവൻ അതിൻ്റേതായ അനുഗ്രഹങ്ങളും വിശുദ്ധിയും ഒക്കെ കിട്ടും. നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കണം. ചിലരൊക്കെ പറയുന്നത് പള്ളിയിൽ പോയിട്ടൊന്നും ആത്മീക ഉണർവില്ലെന്ന്, എന്നും ഒന്ന് പ്രാർത്ഥിക്കുന്നു, ഒരേ കുർബാന കേൾക്കുന്നു, ഒരേ പാട്ട് കേൾക്കുന്നു, ഒരു പുതുമയില്ലെന്നാണ്, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നില്ലെന്നാണ്. എന്നാൽ ഓർക്കണം പ്രിയമുള്ളവരെ, വിശുദ്ധ ബലിയൊക്കെ അർപ്പിക്കുമ്പോഴുണ്ടല്ലോ, ആദ്യമേ നിങ്ങൾ ദേവാലയത്തിൽ തമ്പുരാന് അകമ്പടിയായിട്ട് നിന്ന് ദേവാലയത്തിൽ കയറുകയാണ്. അകത്ത് കയറി കഴിയുമ്പോഴേ ബലി നടക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം, നമ്മളെക്കാളും ഒത്തിരി വിശുദ്ധന്മാരിൽ നിന്ന് ആരാധിച്ച സ്ഥലമാണ്, പ്രാർത്ഥിച്ച സ്ഥലങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ കണ്ണുനീരൊഴുക്കിയവരുടെ കണ്ണുനീരിൻ്റെ അംശങ്ങൾ ഇപ്പോഴും ദേവാലയത്തിൽ കിടപ്പുണ്ട്. അവിടെ നിന്നുകൊണ്ട് വാച്ചും നോക്കി മൊബൈലിലും തട്ടി അസ്വസ്ഥമായിട്ട് നിൽക്കുമ്പോഴേ നമുക്ക് എങ്ങനെ അനുഗ്രഹം കിട്ടുന്നത്? സിനിമ കാണണേൽ ആദ്യം തൊട്ട് കാണണം. ഒരു നാടകമോ ഒരു നാടകം കാണുമ്പോഴേ, കഥ വായിക്കുമ്പോഴേ എല്ലാം ആദ്യം തൊട്ടുള്ള ഒരു കാഴ്ച വേണം, അല്ലെങ്കിൽ വായന വേണം, അല്ലെ കഥയൊന്നും മനസ്സിലാകത്തില്ല. അങ്ങനെയെങ്കിൽ രഹസ്യവും പരസ്യവുമായ ആത്മീക ആരാധന തോന്നുന്ന രീതിയിൽ നിന്ന് കേട്ടാൽ, തോന്നുമ്പം വന്ന് കേട്ടാൽ അതിൻ്റെ അനുഭവം എന്താണെന്ന് ചിന്തിക്കണം. ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി. നിങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക് നല്ലപോലെ അറിയാം. നിങ്ങൾ ചോറ് വയ്ക്കും, വെള്ളം തിളപ്പിക്കും, അരി ഇടും, നല്ലപോലെ വേവിക്കും. എല്ലാം വേവിച്ച് കഴിയുമ്പോൾ ചിലത് മിക്കതെല്ലാം നല്ലതുപോലെ വേകും. പക്ഷേ ചിലത് വെള്ളത്തിൻ്റെ അടുത്ത് കിടന്നാലും കലത്തോടൊക്കെ ചേർന്ന് കിടക്കുന്നത് എന്തോ സംഭവിക്കും, അതിങ്ങനെ കട്ട പിടിച്ചിരിക്കും. ഗുണമില്ലാത്ത ചില അരികൾ കാണും, അതായത് തിന്നാൻ കൊള്ളത്തില്ല, കട്ടി പിടിച്ച് വല്ലാതെ ഉണങ്ങിച്ചരിഞ്ഞ് കിടക്കുന്നത് കാണാം. ഇതുപോലാണ് ആത്മീക സമർപ്പണമില്ലാതെ ആ തീയിലേക്ക്, ആ അതിചൂടിലേക്ക് വീഴാത്തവൻ്റെയൊക്കെ ആത്മീക അനുഭവം ഇതുപോലെ, പ്രാർത്ഥനാനുഭവം അതുപോലെ, വിശ്വാസമില്ലാത്തവൻ്റെ പ്രാർത്ഥന അതുപോലെ, വിശ്വാസം പഠിക്കാത്തവൻ്റെ പ്രാർത്ഥന അതുപോലെ. ഈ സഭയിലെല്ലാം ഉണ്ട്. വേഗാത്ത അരി പോലെ അവിടെ കിടക്കും, എന്നിട്ട് അത് മാറ്റിവെക്കും. അത് കഴിക്കുന്നവൻ്റെ പല്ലിന് അസ്വസ്ഥതയും. ഇത്തരത്തിലാണ് ഇന്ന് വിശ്വാസം പഠിക്കാത്ത വിശ്വാസി ഇതുപോലെ. അവർ പറയും ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളും നിലവിളിക്കുന്നുണ്ട്, ഞങ്ങളും കണ്ണുനീരൊഴുക്കുന്നുണ്ട്. ആ ഒരു അനുഭവത്തിലേക്ക് പൂർണ്ണമായിട്ട് കടന്നു വരണം നമ്മൾ. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ചിന്തിക്കണം, നിങ്ങൾ പല പ്രായത്തിലുള്ളവരുണ്ട്, ഒത്തിരി പ്രായമുള്ളവരുണ്ട്. 70 വയസ്സുള്ളവർ ചിന്തിക്കണം. ദൈവം പറഞ്ഞിട്ടുണ്ട് 70 ഏറെ ആയാൽ 80. എത്ര വരെ പോകുമെന്നൊന്നും നമുക്കറിയത്തില്ല. ഒത്തിരി പോകാം, പോകട്ടെ, അത് നല്ലതാണ്.
70 വയസ്സുള്ള 70 വയസ്സുള്ള വിശ്വാസി, 80 10 വർഷം കൂടിയുണ്ട്. 10 വർഷത്തിൽ എത്ര ഞായറാഴ്ചയുണ്ട്? എത്ര ഞായറാഴ്ച കാണും? 520 ഞായറാഴ്ച. എല്ലാ ഞായറാഴ്ചയിലും പോയാൽ 520 ഞായറാഴ്ച. അപ്പോൾ അതിൽ ഒരു ഞായറാഴ്ച പോയാൽ പിന്നെ എത്രയേ ഉള്ളൂ? 19 ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ ഓർക്കണം, ദൈവമേ ആകെ ഇത്ര ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാനുള്ളൂ, നിവൃത്തിയുണ്ടേ മുടക്കല്ല. 30, 40, 50 വയസ്സുള്ളവരും ചിന്തിച്ചു, ഇനിയിപ്പോൾ 52, ഒരു വർഷത്തിൽ 52 ആഴ്ചകൾ, അതേ ഗുണം എത്ര വർഷം? 80 വരെ എത്ര വരും? 80 വരെ എത്ര പേർക്ക് പോകാൻ ഭാഗ്യം കിട്ടും? 40, 30, 50, 60 ഒക്കെ ആകുമ്പോൾ വേർപെടുകയാണ്. അതുകൊണ്ട് നഷ്ടപ്പെടുന്ന ഓരോ ആഴ്ചയും ഓരോ പ്രാർത്ഥനാനുഭവങ്ങളും നമുക്ക് നഷ്ടമാണ്. അതുണ്ടാകാതെ പരിപൂർണമായൊരു നല്ലൊരു അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഒറ്റ ചിന്തയും കൂടി പറഞ്ഞു നിർത്തുകയും 3 കാര്യങ്ങൾ നമ്മൾ പങ്കുവെച്ചു. ഒന്നാമത്, പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെ ആ കന്യകാത്വത്തിൻ്റെ സഭയുടെ പഠിപ്പിക്കൽ, സഹോദര ബന്ധം എന്ന് പറയുന്നതിൻ്റെ ആദ്യകാലത്തെ പഠിപ്പിക്കലുകൾ, അതിനെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമതായിട്ട്, വിശുദ്ധ ആരാധനയിലെ രഹസ്യങ്ങൾ, മർമ്മങ്ങൾ, നമ്മൾ സൂക്ഷിക്കുന്ന പ്രത്യേകിച്ച് തിരശ്ശീലകൾ, അതിൻ്റെയൊക്കെ കാര്യം അത് നമ്മൾ പറഞ്ഞു. മൂന്നാമത് നമ്മൾ പറഞ്ഞത് പ്രത്യേകിച്ച് നമ്മുടെ ആരാധനാ പങ്കാളിത്തത്തിൻ്റെ കാര്യമാണ്. പ്രത്യേകിച്ച് പിതാക്കന്മാരെ സ്വീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നമ്മളത് പറഞ്ഞത്. തമ്പുരാൻ കടന്നു വരുന്ന അനുഭവം, ഓരോ മണിയടി കേൾക്കുമ്പോഴും കയറി വരുന്ന അനുഭവം, നമ്മളതിലെങ്ങനെ സമ്മതിക്കണം, എങ്ങനെ പങ്കാളികളാകണം, അതൊക്കെ ചിന്തിക്കണം. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതത്തിലെ ഒരു സംഭവം കൂടെ അതിനോട് ചേർന്ന് പറയാം. പരിമല തിരുമേനി ബലിയർപ്പിക്കുമ്പോഴേ കല്ലാശ്ശേരി ബാവ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി പുന്നൂസ് ഷമ്മാസനായിട്ട് തിരുമേനിയുടെ കൂടെയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം പരിമല തിരുമേനി കുർബാന അർപ്പിക്കുന്ന അനുഭവത്തെക്കുറിച്ച് പറയുന്നത്, കുർബാന അർപ്പിക്കുമ്പോൾ മുഖത്തൊരു പ്രത്യേക പുഞ്ചിരി വിടരുമായിരുന്നു. കുപ്പായൊക്കെ ഭയങ്കരമായിട്ടും വെട്ടിത്തിളങ്ങുമായിരുന്നു. അപ്പോൾ ഒരിക്കലേ പുന്നൂസ് ഷമ്മാസൻ തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി ആരാധന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ മുഖത്തൊക്കെ ഒരു പ്രത്യേക പുഞ്ചിരി കണ്ടല്ലോ, കാപ്പായൊക്കെ വെട്ടിത്തിളങ്ങുന്ന കണ്ടല്ലോ, എന്തോ സംഭവിച്ചു? തിരുമേനി ഒട്ടനെ പറഞ്ഞ മറുപടി, എടോ താനപ്പോൾ ഒന്നും കണ്ടില്ലേ? എന്തോ തിരുമേനി? എടോ ബലഹീനായ ഞാൻ കൈകൾ ഉയർത്തിപ്പിടിച്ചപ്പോൾ, കൈകൾ ആവസിച്ചപ്പോൾ, പരിശുദ്ധ റൂഹ ഇറങ്ങി വസിക്കുവാൻ പ്രാർത്ഥിച്ചപ്പോൾ മന്ദമായി വിശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യം, മാലാകമാരുടെ സാന്നിധ്യം, ഈ ബലഹീനായ ഞാൻ വിളിച്ചപ്പോൾ അവരൊക്കെ ഇറങ്ങി വരുന്നടോ. സ്വർഗീയമായ അഗ്നി മുകളിൽ നിന്നിറങ്ങി ഈ അപ്പത്തെയും വീഞ്ഞിനെയും അത് എന്നെയും ഭയങ്കരമായിട്ട് ദഹിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിടോ. തിരുമേനി പഠിപ്പിച്ചതാ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൊക്കെ കിടപ്പുണ്ടത്. ഓർത്തോണം, ബലി അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴേ അദ്ദേഹത്തിന് തോന്നിയത് എങ്ങനെയാ? ഇറങ്ങി വരുന്ന തീയെ, മാലാകന്മാര്. ദൈവമേ നീ പരിശുദ്ധനെന്ന് കേൾക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച അങ്ങനെ പ്രാർത്ഥിച്ചു എന്നല്ല ചിന്തിക്കേണ്ടത്. പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ അതിനോട് ചേർന്ന് അതിശക്തമായിട്ട് നമ്മളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒരു സമയം പോലും വെറുതെ ഇരിക്കരുത്. നമ്മുടെ വിശ്വാസികളുടെയൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അച്ഛൻ പ്രാർത്ഥിച്ചോട്ടെ, അതുവരെ കണ്ണടച്ച് നിൽക്കാം, ഉറങ്ങാം. ധ്യാനിക്കുമൊന്നുമല്ല, പലരും ഉറങ്ങുക. പിന്നെ അവസാനം അതിശക്തമായിട്ട് നിന്നെ പ്രസവിച്ച മറിയാമും തൊട്ട് ആരാധന തുടങ്ങും. അവിടെ തൊട്ട് ഇങ്ങനെ അലക്ഷ്യമായിട്ട് നിൽക്കും. ഏറ്റവും അവസാനം ദൈവസുതന്മാരായിടുവാൻ അച്ചായന്മാരും ആൻറ്റിമാരും ഒക്കെ ചാടി എണീക്കും. വലിയ ആർപ്പ് അവിടം തൊട്ട് ഭയങ്കര ആഘോഷം. കാരണം പാട്ടൊക്കെ ഭയങ്കര ശക്തമായിട്ടുള്ളത് കൊണ്ട്. അതല്ല വേണ്ടത്. അവിടെയൊക്കെ നിൽക്കുന്ന പഴയകാല പിതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്, വലിയച്ഛന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ കൊയറുകളുണ്ടേ പോലും അതിനേക്കാളും ശക്തമായ രീതിയിൽ ഉയർന്നു കേൾക്കുന്ന ശബ്ദങ്ങൾ, എവിടുന്ന് നിന്ന് വരുന്ന ശബ്ദങ്ങളാണെന്നറിയത്തില്ല. നല്ലപോലെ ആരാധന നിൽക്കുകയാണെങ്കിൽ ഇഗ്രോയന്മാരുടെ ചിറകടി ശബ്ദം കേൾക്കാം. അവർ പറന്നു വരുന്നത് കാണാം, നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാം. പരിശുദ്ധ അപ്രേമിനെ പോലെ ധ്യാനിച്ചപ്പോൾ പാട്ടുകളും പ്രാർത്ഥനകളും ഒക്കെ പറഞ്ഞു കൊടുത്ത ദൂതന്മാരെ കാണാം. അവരൊക്കെ പ്രാർത്ഥനകൾ എഴുതിയത് അങ്ങനെ, അവർ പറയുന്നത് അങ്ങനെ. ധ്യാനിച്ചപ്പോൾ മാലാകന്മാർ വന്നു അടുത്തിരുന്ന് പറഞ്ഞു കൊടുത്ത് എഴുതാൻ പറഞ്ഞു. അതൊക്കെ നമുക്ക് കാണാം. ആ ഒരു അനുഭവത്തിലേക്ക് നമ്മളുടെ ആരാധനാ വിശ്വാസം അത് കടന്നു വരണം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ 4ാമത് ചിന്തിക്കുവാനുള്ള വിഷയം,
നമ്മളുടെ പിതാക്കന്മാരുടെ വേഷവിധാനങ്ങളൊക്കെ ഒത്തിരിയുണ്ട്. ഞാൻ അതിലേക്കൊന്നും പ്രത്യേകിച്ച് കിടക്കുന്നില്ല. ഈ ക്ലാസ്സിൽ ഒരു കൊച്ചു വിഷയമാണ്. പൗലോസ് ശ്ലീഹ കൊരിന്ത്യർ ലേഖനത്തിൽ പഠിപ്പിച്ചിട്ടുള്ളൊരു വിശ്വാസമുണ്ട്. പുരുഷൻ തലയിൽ മൂടുപടം ഇടരുത്, സ്ത്രീകൾ തലയിൽ മൂടുപടം ഇടണം. അപ്പം ഇത് വായിക്കുന്ന ഓർത്തഡോക്സ് വിശ്വാസി ഇതെന്ന് പറയാനുള്ള കാരണം, ഒരു പെന്തക്കോസ്ത് സഹോദരൻ നമ്മുടെ ഒരു തിരുമേനിമാരുടെ ഓർമ്മയോട് ചേർന്ന് പറഞ്ഞൊരു കമൻ്റാണ്, ആ പിതാവ് വേദപുസ്തകം ഭംഗിയായിട്ട് പഠിച്ചുവെന്ന് അവൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ചോദിച്ചെന്താ കാര്യം? അവൻ പറഞ്ഞ മറുപടി ഇതാ, തലയിൽ മസനിപ്സായ ആവരണം വിട്ടുകൊണ്ട് നിൽക്കുന്ന ആത്മീക പിതാവ് എങ്ങനെ വേദപുസ്തകം പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കും. അവൻ്റെ ഒരു ചോദ്യം ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഒത്തിരി പേര് പലപ്പോഴും ചോദിക്കും. ഇതിനെക്കുറിച്ച് സഭയുടെ ആത്മീകമായി പഠിപ്പിക്കൽ എന്താ? 10 മിനിറ്റ് കൊണ്ട് അത് പറഞ്ഞു നിർത്താം. പൗലോസ് ശ്ലീഹ ശരിയാ പറഞ്ഞിട്ടുണ്ട്, പുരുഷൻ തലയിൽ മൂടുപടം ഇടണ്ട, സ്ത്രീകൾ ഇടണമെന്നും പറഞ്ഞു. പിതാക്കന്മാരുടെ തലയിലുള്ള റബ്ബാന്മാർക്ക് മസനിപ്സായുണ്ട്, തിരുമേനിമാർക്കുണ്ട്, കുർബാനയിൽ ശീലമുടിയുണ്ട്. ഇതൊക്കെ ഇടുന്നത് കാണുമ്പോഴാണ് ഈ പ്രൊട്ടസ്റ്റന്റുകാർക്ക് പ്രശ്നം. ഈ വേഷവിധാനമൊക്കെ പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ യഹോവയാ ദൈവം പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അതൊരു 3 തലത്തിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആര് ചോദിച്ചാലും നിങ്ങളിത് പറയാനും പഠിക്കണം. പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ യഹോവയാ ദൈവം മോശ മുഖേന പറഞ്ഞു കൊടുത്തതാണ്. ഇടക്കെട്ട് വേണം, ശീലമുടി ഇടണം, മാർപ്പതക്കം വേണം, ശിരോവസ്ത്രം വേണം, എല്ലാം വേണമെന്ന് പറഞ്ഞു കൊടുത്തതാണ്. ആ പറഞ്ഞു കൊടുത്ത ദൈവം മനുഷ്യനായി. യേശു തമ്പുരാൻ പെരുന്നാളുകൾക്ക് വല്ലതും പങ്കെടുത്തിട്ടുണ്ട്? ഉണ്ട്. നിങ്ങൾ സമയം പോലെ വായിച്ചാൽ മതി. ദേവാലയത്തിൽ സ്ഥിരമായിട്ട് പോകുമായിരുന്നു. ലൂക്കോസ് ചെയ്ത സുവിശേഷം 4-ാം അധ്യായം പ്രത്യേകിച്ച് നോക്കണം. അവൻ പതിവ് പോലെ ദേവാലയത്തിൽ ചെന്നു എന്ന 4:16 തൊട്ടുള്ള വാക്യത്തിൽ പറയുന്നത്. പതിവ് പോലെ ദേവാലയത്തിൽ ചെന്നു. അപ്പം യെരൂശലേം ദേവാലയത്തിൽ യഹൂദന്മാരുടെ വലിയ പെരുന്നാളുകൾ, പെസഹ, പെന്തിക്കോസ്തി, കൂടാരപ്പെരുന്നാൾ, ഇതൊക്കെ നടത്തിയിരുന്നു. ഈ പെസഹ, പെന്തിക്കോസ്തി, കൂടാരപ്പെരുന്നാൾ നടത്തുമ്പോൾ യഹൂദനെ സംബന്ധിച്ച് അവൻ്റെ എല്ലാ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും പങ്കെടുക്കുമായിരുന്നു. അവരുടെ പ്രധാന റാബിമാർ പങ്കെടുക്കുമായിരുന്നു. ഈ പെസഹായ്ക്കും പെന്തിക്കോസ്തിക്കും ഒക്കെ ബലി അർപ്പിച്ചിരുന്നത് അവരുടെ മഹാപുരോഹിതന്മാരാ, റാബിമാരാ, ഇടക്കെട്ട് കെട്ടിയ ശിരോവസ്ത്രം അണിഞ്ഞ ചെരുപ്പിട്ട മഹാപുരോഹിതൻ ശുശ്രൂഷ നടത്തി. യേശു തമ്പുരാൻ ദേവാലയത്തിൽ പോയി. യേശു തമ്പുരാൻ ഇതൊക്കെ നേരിട്ട് കണ്ടു. താൻ മുഖാന്തരം താൻ തന്നെ പറഞ്ഞുകൊടുത്ത കാര്യം ഇസ്രായേൽ മക്കൾ അതേപടി അനുഷ്ഠിക്കുന്നത് തമ്പുരാൻ കൺനിറയെ കണ്ടിട്ടുണ്ട്. അവൻ മനുഷ്യനായെങ്കിലും സാക്ഷാൽ ദൈവമാണ്, അതൊക്കെ കണ്ടിട്ടുണ്ട്. യെരൂശലേം ദേവാലയത്തിൽ ചെന്ന് യേശു തമ്പുരാൻ എതിർത്തിട്ടുണ്ട്. എതിർത്തത് എന്തുവാണെന്നറിയാമോ? കപടഭക്തിയെ എതിർത്തു, അനീതിയെ എതിർത്തു, അക്രമത്തെ എതിർത്തു. പക്ഷെ എന്തിനെ എതിർത്തില്ല? എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മഹാപുരോഹിതന്മാരോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവരെ എതിർത്തു. വെള്ളവേച്ച ശവക്കല്ലറകളെ എന്ന് പരീശന്മാരെ, ശാസ്ത്രിമാരെ ഒക്കെ വിളിച്ചു. പക്ഷേ എന്തിന് തലയിൽ ശീലമുടി ഇട്ടെന്നോ, പ്രത്യേകിച്ച് തലപ്പാവ് വെച്ചെന്നോ, പ്രത്യേകമായ വസ്ത്രങ്ങൾ അണിഞ്ഞെന്നോ കർത്താവ് ചോദിച്ചിട്ടില്ല. പെരുന്നാളുകളിൽ സംബന്ധിച്ച കർത്താവ് ഇതൊക്കെ നേരിട്ട് കണ്ടതാണ്. നേരിട്ട് കണ്ട കർത്താവ് അത് താൻ പറഞ്ഞു കൊടുത്തതാണെന്ന് അവൻ ഉറപ്പും അറിയുകയും ചെയ്യും. തമ്പുരാൻ എതിർക്കാത്ത കാര്യം നമ്മൾ എതിർക്കേണ്ട കാര്യം വല്ലതുണ്ട്? തമ്പുരാനൊരിടത്തും പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല ഇതൊന്നും ധരിക്കണ്ട. അതൊന്നാമത്തെ വ്യാഖ്യാനം. 2, ഇതിനൊരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ട്, ഒരു ചരിത്ര പശ്ചാത്തലം. എന്ന് വെച്ചാൽ പൗലോസ് ശ്ലീഹ കൊരിന്ത്യ സഭയെ ചെന്നു. കൊരിന്ത്യ സഭ, ഗലാത്യ സഭ, റോമൻ സഭ, ഇവിടെ എല്ലാം പൗലോസ് ശ്ലീഹ പോയിട്ടുണ്ട്. അവിടെയുള്ള വിശ്വാസികൾ എന്ന് പറയുന്നത് പല സമൂഹത്തിൽപ്പെട്ടവർ. പരീശന്മാരിൽ നിന്ന് വന്നവരുണ്ട്, സാധുക്യരിൽ നിന്ന് വന്നവരുണ്ട്, ശാസ്ത്രിമാരിൽ നിന്ന് വന്നവരുണ്ട്, പുറജാതികളിൽ നിന്ന് വന്നവരുണ്ട്, താഴേക്കടയിലുള്ളവരിൽ നിന്ന് വന്നവരുണ്ട്. എല്ലാവരും രൂപാന്തരപ്പെട്ട് മാറിയൊക്കെ വന്നവർ. പക്ഷേ ബലിയർപ്പിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടി വരുമ്പോൾ, സഭായോഗങ്ങളിൽ കൂടി വരുമ്പോൾ, അവർ ഈ ഉന്നതന്മാരുടെ പ്രത്യേകത എന്തുവാണെന്നറിയാമോ? അന്ന് ഈ ഉന്നതന്മാർ, നോബിൾസ്, അവർ തലയിൽ അലുക്കുള്ള ഒരു പ്രത്യേക വസ്ത്രം ധരിക്കുമായിരുന്നു.
തല മൂടത്തക്ക രീതിയിൽ. പ്രത്യേകിച്ച് അറബിക്ക് ഇപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, അറബികളെ കണ്ടിട്ടുണ്ട്. യാസർ അറഫാത്തിൻ്റെ പടം നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചറിയാം. പ്രത്യേകിച്ച് അങ്ങനെയുള്ള പാലസ്തീനിയൻ നാടുകളിൽ യഹൂദന്മാരുടെ ഇടയിലൊക്കെ ധരിക്കുന്ന തലയിലിടുന്നൊരു പ്രത്യേകമായ ആവരണമുണ്ട്. പൗലോസ് ലീഗ നോക്കിയപ്പോൾ സാധാരണക്കാർ മൂലയ്ക്ക് സാധാ രീതിയിലിരിക്കുന്നു, പാവം പിടിച്ചവർ. ഉന്നതന്മാർ തലയിൽ ശിരോവസ്ത്രങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ആഠ്യതയുടെ പ്രതീകമായിട്ട് അഹങ്കാരികളായിട്ട് അവിടെ ഇരിക്കുകയാണ്. അവരും ക്രിസ്ത്യാനികളായി. പക്ഷേ മനസ്സിൽ നിന്ന് അത് മാറിയിട്ടില്ല. യെറൂശലേം സുന്നഹദോസ് കൂടിയപ്പോൾ ഉണ്ടായ പ്രശ്നം അത്. അപ്പോസ്തല പ്രവൃത്തി 15 പുറജാതികളിൽ നിന്ന് വന്നാൽ കഠിനമായ നിയമങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ അതിനെ എതിർത്തു. അതിൻ്റെ ആവശ്യമില്ല. അവർ ചില സാമൂഹ്യമായ ബലഹീനതകളിൽ നിന്ന് മാറിയിരുന്ന് രൂപാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചാൽ മതി. അന്നെടുത്ത തീരുമാനം എന്ന രീതിയിൽ തീരുമാനമെടുത്തു. അപ്പോഴേ പൗലോസ് ലീഗ നോക്കിയപ്പോഴുണ്ട്, കൊരിന്ത്യർ സഭയിൽ ചെന്നപ്പോഴേ ഒരു വലിയൊരു സെപ്പറേഷൻ കാണുന്നു. തലയിൽ ശീലമുടി ഇട്ടുകൊണ്ട് അഹങ്കാരത്തോടിരുന്നവർ, സാധാരണക്കാർ, പ്രത്യേകമായി ഇരിപ്പിടം ഉപയോഗിച്ചവർ. ഇത് കണ്ട് മനസ്സിൽ ചൂട് പിടിച്ച് പൗലോസ് ലീഗ പറയുകയാണ്, ഓരോരുത്തർക്കും വിധിക്കപ്പെട്ടതുണ്ട്. പുരുഷൻ തലയിൽ മൂടുപടം ഇടണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുമതലപ്പെടുത്തിയവരുണ്ട്. ചുമതലപ്പെടുത്തിയവർ മാത്രം ഇട്ടാൽ മതി, അർഹതയുള്ളവർ ഇട്ടാൽ മതി. അർഹതയില്ലാത്തവൻ അഹങ്കാരത്തിൻ്റെ പ്രതീകമായി, ആഠ്യതയുടെ പ്രതീകമായിട്ട് ഇത് കണ്ട. എന്ന് വെച്ചാൽ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ അച്ഛനിടുന്ന വസ്ത്രം ആരിടല്ല, അച്ചായനിടല്ല എന്ന് മാത്രമേ ഉള്ളൂ പൗലോസ് ലീഗ അന്ന് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ചരിത്രപരമായ പശ്ചാത്തലം അതാ. ഇനി പൗലോസ് ലീഗ അത്ര ബോധമില്ലാത്ത ആളൊന്നുമല്ല. 2-3 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോണം. 1 തീമോഥെയോസ് 3-ാം അധ്യായം. 3-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് 1 തൊട്ടുള്ള ഭാഗത്ത് പറയുന്നുണ്ട് പുരോഹിത ഗണത്തിൽപ്പെട്ടവർക്ക് വേണ്ട യോഗ്യതകൾ. അതിൽ പറഞ്ഞിട്ടുണ്ട്, 3-ാം അധ്യായം നിങ്ങൾ സമയം പോലെ വായിച്ചോണം. അവിടെ ഉപയോഗിച്ചേക്കുന്ന വാക്കുകൾ, അധ്യക്ഷൻ, ഒരുവൻ അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അധ്യക്ഷൻ. 2 ശുശ്രൂഷകൻ. തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നു 5 തൊട്ടുള്ള വാക്യത്തിൽ. അവിടെ പറഞ്ഞേക്കുന്നത് മൂപ്പൻ അധ്യക്ഷൻ. ഒന്നി പറയുന്നു അധ്യക്ഷനും ശുശ്രൂഷക്കാരൻ, മൂപ്പൻ. യാക്കോബ് പറഞ്ഞിരിക്കുന്ന വാക്കെന്തുവാണ്? പൗരോഹിത്യ ഗണങ്ങളെ പറ്റി സൂചിപ്പിക്കാൻ 5:14 പറയുന്നത് എന്തുവാ? യാക്കോബ് 5:14, നിങ്ങളിൽ രോഗിയായി കിടക്കുന്നവർ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. മനസ്സിലാവുന്നോ? ഇനി ശ്രദ്ധിച്ചു കേട്ടോണം. ഇത് ഗ്രീക്കിൽ യഥാർത്ഥത്തിൽ എഴുതിയേക്കുന്നതിൻ്റെ കറക്റ്റ് അർത്ഥം അധ്യക്ഷനെന്നോ മൂപ്പനെന്നോ ശുശ്രൂഷക്കാരനെന്നോ ഒന്നുമല്ല. നമ്മൾ പറയുന്നത് പോലെ പിതാക്കന്മാർക്ക് മെത്രാപ്പോലീത്ത, വൈദികൻ, സെമ്മാസൻ, ആ തലത്തിൽ തന്നെ ആദ്യ കാലഘട്ടത്തിലെ സഭയിൽ പ്രത്യേകിച്ച് ആദ്യം തൊട്ട് 3 പ്രധാനപ്പെട്ട വൈദിക ഗണങ്ങളുണ്ട്. എപ്പിസ്കോപ്പ, പ്രീസ്റ്റ്, പുരോഹിതൻ, സെമ്മാസൻ. അതിൻ്റെ 3 ഗ്രീക്ക് വാക്ക് എന്തുവാണെന്നറിയാമോ? എപ്പിസ്കോപ്പോയി, പ്രിസ്ബിറ്ററോയി, ഡയാക്കണോയി, ഡീക്കൺ. അപ്പൊ ഇത് 3 ഉപയോഗിച്ചേക്കുന്നത്. ഈ മലയാളം വേദപുസ്തകം പ്രൊട്ടസ്റ്റന്റ് സ്വാധീനത്തോടെ മലയാളത്തിലോട്ട് പരിഭാഷപ്പെടുത്തിയപ്പോൾ അവർക്ക് ഈ അച്ഛനെന്നും തിരുമേനിയെന്നും സെമ്മാസെന്നും ഒക്കെ കേൾക്കുന്നത് ചൊറിച്ചില്ല. ആ വാക്കെല്ലാം ഉപയോഗിച്ചു. അപ്പോൾ ഓർത്തോണം, വൈദിക ഗണങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാൻ അത് സെമ്മാസനാണേലും അച്ഛനാണെങ്കിലും തിരുമേനിയാണേലും പൗലോസ് ലീഗ കറക്റ്റ് വാക്ക് ഉപയോഗിച്ചു. ഈ ബൈബിളിലും നമ്മൾ വായിക്കുന്നു. എന്തൊക്കെയാ വന്ന വാക്കുകൾ? അധ്യക്ഷനെന്നുണ്ട്, മൂപ്പനെന്നുണ്ട്, ശുശ്രൂഷക്കാരെന്നുണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ചോണം, പൗലോസ് ലീഗ പറഞ്ഞേക്കുന്നത് ആര് തലയിൽ മൂടുപടം ഇടല്ലെന്ന്? ആരാ? അധ്യക്ഷൻ തലയിൽ മൂടുപടം ഇടല്ലെന്ന് പൗലോസ് പറയുന്നുണ്ടോ? എന്നാൽ നമുക്ക് പറയാമായിരുന്നു, ശരിയാ, മസ്നിഫ്സ ശീലമുടി തിരുമേനിമാരിടുന്ന തെറ്റാ. ആരിടല്ലെന്നാ പറഞ്ഞത്? പുരുഷൻ തലയിലിടല്ലേ. മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ഇച്ഛായന്മാർ കയറി ഇടല്ലേ. അതേസമയം മേൽപ്പട്ടക്കാരിടരുതെന്നാണെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞേനെ. അവിടെ ഉപയോഗിക്കുന്ന വാക്ക് അങ്ങനൊന്നുമല്ല. അധ്യക്ഷൻ തലയിൽ മൂടുപടമിടല്ലേ, അധ്യക്ഷൻ തലയിൽ മൂടുപടമിടല്ലെന്ന് പൗലോസ് ലീഗ പറഞ്ഞിട്ടില്ല. പുരുഷനെ പുരുഷനായിട്ട് തന്നെ പറഞ്ഞു. അത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയപ്പോഴും അതേ വാക്ക്. മേൽപ്പെട്ട സ്ഥാനികളെ, പട്ടത്ത സ്ഥാനികളെ സൂചിപ്പിക്കാൻ പൗലോസ് ലീഗ വ്യക്തമായ വാക്കുകൾ ഉപയോഗിച്ചു. അതിൻ്റെ സ്ഥാനം കുറച്ചാണെങ്കിലും മലയാളത്തിലും മൂപ്പനെന്നുണ്ട്, അധ്യക്ഷനെന്നുണ്ട്, ഇടയനെന്നുണ്ട്, ശുശ്രൂഷക്കാരെന്നുണ്ട്. അതൊക്കെ ഉപയോഗിച്ചു. ഇടയനെന്നോ ശുശ്രൂഷക്കാരെന്നോ മൂപ്പനെന്നോ ഒന്നും പൗലോസ് ഉപയോഗിക്കാത്രത്തോളം കാലം ഓർത്തുകൊള്ളണം, ഇതൊന്നും ആത്മീക പൗരോഹിത്യ ഗണങ്ങളെക്കുറിച്ചുള്ളതല്ല. കാരണം ഇത് കൽപ്പിച്ചു കൊടുത്തത് കർത്താവാണ് കൽപ്പിച്ചു കൊടുത്തത്, തമ്പുരാൻ കൽപ്പിച്ചു കൊടുത്തതാണ്.
മോശയും അഹ്റോനും മുഖേന കൽപ്പിച്ചു കൊടുത്തതാണ്. ഒഹലിയാബിനും ബെസലേലിനും വെളിപ്പെടുത്തി കൊടുത്തതാണ്. ഇന്ന രീതിയിൽ ഉണ്ടാക്കണമെന്ന് വെളിപ്പെടുത്തി കൊടുത്തതാണ്. അതുകൊണ്ട് ഓർത്തു നോക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് തലയിലെ ശീലമുടി കാണുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട. പുരുഷൻ മൂടുപടം ഇടണ്ട എന്ന് വെച്ചാൽ അത് ആ പുരുഷനെക്കുറിച്ച് പറയുന്നതല്ല. പണ്ട് നമ്മൾ കണ്ട അഹങ്കാരിയായ പുരുഷനെക്കുറിച്ച്, ഉന്നത സ്വാധീനത്തോടുകൂടി വന്ന പുരുഷനെക്കുറിച്ച് പൗലോസ് കോണ്ടസ്റ്റിലായിട്ട് അന്നത്തെ ആ സാഹചര്യത്തിനനുസരിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് വെച്ചുകൊണ്ട് നമ്മളുടെ വിശ്വാസത്തെ വിപരീതമാക്കുന്ന തലത്തിലുള്ള പഠിപ്പിക്കലുകളെ നമ്മൾ എതിർക്കണം. അവിടെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യമാണ്, നമ്മുടെയൊക്കെ പുരോഹിതന്മാർ, പിതാക്കന്മാർ അവർ ബലിയർപ്പിക്കുമ്പോൾ അതിൻ്റേതായ വസ്ത്രം ധരിക്കും. ഇപ്പോൾ ധ്യാനത്തിൽ നിന്നപ്പോൾ അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ നിന്നപ്പോൾ ദേവാലയത്തിൽ നിൽക്കുമായതുകൊണ്ട് കറുത്ത കുപ്പായം തന്നെ ഞാൻ ഇട്ടു. അതിൻ്റെ എല്ലാം ആത്മീകമായ അർത്ഥം ഇതാണ്. യേശു തമ്പുരാൻ പലയിടത്തും സുവിശേഷം പറഞ്ഞു, മരുഭൂമി പറഞ്ഞു, കടൽ തീരത്ത് പറഞ്ഞു. കർത്താവ് ഏറ്റവും ലളിത വസ്ത്രധാരിയായി, ഉന്നതന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവനല്ല. പക്ഷേ യേശു തമ്പുരാൻ ബലിയർപ്പണത്തിന് വേണ്ടി, പെസഹ അർപ്പണത്തിന് വേണ്ടി ചെന്നപ്പോൾ അവനൊരു വസ്ത്രം ധരിച്ചു. അവൻ്റെ അങ്കി ശ്രേഷ്ഠമായിരുന്നു. അതിനെക്കുറിച്ച് പറയുന്നത് ആ അങ്കി തുന്നിക്കൊടുത്തത് കന്യകമറിയാമാണെന്ന്. തമ്പുരാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ധരിക്കാൻ കൊടുത്തതാണ്. കർത്താവ് ധരിച്ചത് അപ്പോഴാണ്. ആ അങ്കി ധരിച്ചുകൊണ്ടാണ് കർത്താവ് ബലിയർപ്പിച്ചത്, അപ്പവും വീഞ്ഞുമെടുത്തത്. കർത്താവിനെ ആ വേഷത്തോടാണ് പിന്നീട് യഹൂദന്മാർ പിടിച്ചുകൊണ്ട് പോയത്, പിടിച്ചു വലിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അവൻ്റെ വസ്ത്രം എന്തോ എടുത്തെന്നാണ് പറയുന്നത്, ഊരിയെടുത്തു. എന്നിട്ട് ആർക്ക് കിട്ടുമെന്നറിയാൻ ചീട്ടിട്ടു. കുറ്റവാളികളുടെ വസ്ത്രം കണ്ടാൽ, അതായത് പ്രത്യേകിച്ച് ചോര വീണ കുപ്പായം, ചോര തെറിച്ച കുപ്പായം, അങ്ങനെയൊക്കെയുള്ള വസ്ത്രം പ്രത്യേകിച്ച് കത്തിച്ച് കളയണം, കരിച്ചു കളയണമെന്ന യഹൂദൻ്റെ പ്രമാണം. പക്ഷെ ഓർക്കണം, ശപിക്കപ്പെട്ടവനൊന്നും മുദ്രയിട്ടവൻ്റെ വസ്ത്രം രഹസ്യമായി പടയാളികൾ എടുത്ത് ചീട്ടിടണമെന്നുണ്ടെങ്കിൽ ആ വസ്ത്രത്തിന് അത്രമാത്രം വിലയുള്ളതാണ്, അത്ര ഭംഗിയുള്ളതാണ്. അതുകൊണ്ടാണ് ആർക്ക് കിട്ടുമെന്നറിയാൻ ചീട്ടിട്ടത്, കീറിയെടുക്കാഞ്ഞത് അതുകൊണ്ട്. അപ്പോൾ ഓർക്കണം, കർത്താവ് ബലിയർപ്പിക്കാൻ നേരം അത്ര ശ്രേഷ്ഠമായ അങ്കിയിട്ട് ആ ബലിക്ക് അതിൻ്റേതായ സ്ഥാനമുണ്ട്. ചന്തയിൽ പോകുന്നതും കടയിൽ പോകുന്നതും യാത്രയ്ക്ക് പോകുന്നതും ഇട്ടുകൊണ്ടല്ല ബലിയർപ്പണത്തിന് പോകുന്നത്. അതിൻ്റേതായ തീവ്രതയും ഭംഗിയും മനസ്സിലാക്കിക്കൊണ്ടുള്ള അനുഭവങ്ങളാണ് നിലനിർത്തേണ്ടത്. അതുകൊണ്ട് ആ വിരിച്ചൊരുക്കിയ മണിമാളികയ്ക്ക് സമാനമായി വിരിച്ചൊരുക്കിയ ശ്രേഷ്ഠമായ ബലിവേദിയിൽ ബലിയർപ്പിക്കുന്നത്. വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന 4 ചെറിയ വിഷയങ്ങളാണ് ഇന്ന് പങ്കുവച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വിഷയങ്ങൾ അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ പറയുന്നതായിരിക്കും. ഇന്ന് പങ്കുവച്ചതൊന്ന്, പരിശുദ്ധ കന്യകമർദ്ദമറിയാം അമ്മയുടെ നിത്യകന്യകാത്വം. ആദിജാതനെ പ്രസവിക്കും വരെ അവനവളെ പരിഗ്രഹിച്ചില്ല എന്നല്ല, അവനവളെ അറിഞ്ഞില്ല എന്നാണ് വാക്ക്. എന്തറിഞ്ഞില്ല എന്ന് വെച്ചാൽ തൻ്റെ മനസ്സിൽ സംശയമുണ്ട്, തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ ആദിജാതൻ ജനിച്ചു, കുഞ്ഞിൻ്റെ ഓമന മുഖം കണ്ടു, അവിടുത്തെ സംഭവങ്ങളൊക്കെ കണ്ടു. ആ കുഞ്ഞിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിയപ്പോൾ അവനുണ്ടായ സംശയങ്ങളൊക്കെ പോയി. അവനെ അടക്കിയ സ്ഥലത്ത് ആരെയും അടക്കിയിട്ടില്ല, കയറിയ കഴുതക്കുട്ടിയുടെ പുറത്ത് ആരും കയറിയിട്ടില്ല. അങ്ങനെയെങ്കിൽ അവൻ കിടന്ന സ്ഥലത്ത് മറ്റൊരാൾ കിടക്കണമെന്ന് പറയുന്നത് വേദവിപരീതമാണ്. പ്രസവിക്കുന്നത് വരെ പരിഗ്രഹിച്ചില്ല എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ മരിക്കുന്നത് വരെ മത്തായിച്ചൻ ചാക്കോച്ചൻ്റെ വീട്ടിൽ പോയിട്ടില്ല എന്ന് വെച്ചാൽ മരിച്ചിട്ട് മത്തായി ചാക്കോയുടെ വീട്ടിൽ പോയെന്നർത്ഥമില്ല. തൻ്റെ മരണസമയത്ത് തൻ്റെ ശിഷ്യനെ തൻ്റെ അമ്മയുടെ സംരക്ഷണം ഏൽപ്പിച്ച കർത്താവ് തനിക്ക് നേർ സഹോദരങ്ങളുണ്ടെങ്കിൽ അതിന് തയ്യാറാവില്ലായിരുന്നു. സഹോദരങ്ങളെന്ന് പറയുന്നതിന് നമ്മൾ ഒത്തിരി അർത്ഥങ്ങൾ പറഞ്ഞു, പല അർത്ഥങ്ങളുണ്ട്. ട്രൈബൽ ബ്രദർഹുഡുണ്ട്, യഹൂദന്മാരുടെ മൊത്തത്തിലുള്ള സഹോദരബന്ധം, അവരുടെ കുലത്തിൽപ്പെട്ട സഹോദരന്മാർ, കസിൻസ്. കർത്താവ് പഠിപ്പിച്ചത് വിശ്വാസത്തിലുള്ള സഹോദരബന്ധം. അതാ നമുക്കിന്ന് വേണ്ടത്, വിശ്വാസത്തിലുള്ള സഹോദരബന്ധം. അതെല്ലാം കൂടെ ചേർത്ത് ഒന്നാമത് പറഞ്ഞു. രണ്ടാമത്, എന്തുകൊണ്ടാണ് ഈ രഹസ്യങ്ങളുടെ സൂക്ഷിപ്പ്? തിരശ്ശീല ചീന്തിപ്പോയി മുകൾ തൊട്ടടി വരെ. അത് ചീന്തിക്കളയാനല്ല, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം അവിടെ മുറിക്കപ്പെട്ടു, ജീവൻ വെടിഞ്ഞു എന്നുള്ളതിൻ്റെ പ്രതീകമാണ്. ഇനിയും തൊട്ട് പുതിയ മോക്ഷമാർഗം തരികയാണ്. പഴയ ബലികൾക്ക് പകരം കർത്താവിൻ്റെ തിരുശരീരവും രക്തവും ആഘോഷിക്കുന്ന, മുറിക്കപ്പെടുന്ന പുതിയ ബലി, അതിൻ്റെ സ്ഥാപനം. തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തിയെന്ന് നമ്മൾ പാടുകയാണ്. ചീന്തിക്കളയാനല്ല, അവൻ ദേഹമെന്ന തിരശ്ശീല മുറിച്ച് നമുക്ക് വേണ്ടി തകർത്ത് ബലിയർപ്പണം നടത്തി. മൂന്നാമത് നമ്മൾ പറഞ്ഞു, പിതാക്കന്മാരെ സ്വീകരിച്ച് കയറ്റുന്നതും ആരാധനയുമായിട്ടുള്ള ബന്ധം. പിതാക്കന്മാരെ സ്വീകരിച്ച് കയറ്റുന്നത് നമ്മുടെ മണിയടിയോടൊക്കെ ബന്ധപ്പെട്ട
ഓരോ മണിയടിയുടെ സമയത്തും നമ്മുടെ തമ്പുരാൻ പരിശുദ്ധന്മാരാലും ശുദ്ധിമതികളാലും അലങ്കൃതരായി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. നമ്മളതിന് പങ്കാളികളാകണം. ഈ പിതാക്കന്മാരെ നമ്മൾ സ്വീകരിച്ച് കയറ്റുന്നതും പരിശുദ്ധ കന്യകയും ശുദ്ധിമാന്മാരും ശുദ്ധിമതികളും ഒക്കെ ചേർന്ന് കർത്താവിനെ സ്വീകരിച്ച് കയറ്റുന്നത് പോലെ നമ്മൾ കയറ്റുകയാണ്. തീർച്ചയായിട്ടും ആ നല്ല വിശ്വാസം തുടർന്ന് നമ്മൾ പുലർത്തുവാൻ ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എന്ന വാക്കുകളെ നിർത്തുന്നു. പ്രത്യേകിച്ച് പങ്കാളികളായ ഏവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.